السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. إن شاء الله. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم اغفر لنا ولوالدينا ومشايخنا وأقربائنا ومن له حق علينا ولجميع المسلمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين، والحمد لله رب العالمين. كلام قديم لا يمل سماعه، تنزاه عن قول وفعل ونية، به أشتفي من كل داء، ونوره دواء لقلبي عند جهلي وحيرتي، فيا رب متعني بسر حروفه، ونور به قلبي وسمعي ومقلتي. آمين يا رب. ഒന്നിരായ സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇൽമിന്റെ സദസ്സിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ പാരായണ പരിശീലനത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഖുർആൻ പരസ്പരം ഓതിപ്പഠിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓതാനും തിരുത്താനും പരിശീലിക്കാനൊക്കെ ഒരുമിച്ച് കൂടുന്ന ആ സദസ്സിന് വലിയ അനുഗ്രഹമാണ് ചെയ്യുന്നത്. അവർക്ക് സമാധാനം ഇറങ്ങുമെന്നും റഹ്മത്തിന്റെ മലക്കുകൾ അവരെ പൊതിയുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലുള്ള പ്രത്യേകക്കാരായ മലക്കുകളോട് ഇവരെപ്പറ്റി സ്തുതി പറയുമെന്നുമൊക്കെ പരിശുദ്ധ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിനു പുറമെ ഖുർആൻ ശരിയായ ഉച്ചാരണം കേട്ട് പഠിച്ച് പരിശീലിക്കുന്ന ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പ്രതിഫലം നൽകുന്നതാണ്. ഒന്ന്, അവൻ ആവർത്തിച്ച് തിരുത്തി അധ്വാനിച്ച് പരിശീലിച്ചതിനും, 2 ഖുർആൻ ഓതിയതിനും. ഇങ്ങനെ വളരെയധികം പ്രതിഫലമുള്ള ഒരു ഇബാദത്തിലാണ് നാം ഉള്ളത്. എല്ലാവരും സൂറത്ത് യാസീൻ മുസ്ഹഫിലോ മറ്റോ നിർബന്ധമായും തുറന്നു വെക്കുകയും ഓതുന്ന ഭാഗം മുസ്ഹഫിൽ നോക്കി പിന്നീട് തെറ്റുകൾ പറയുമ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ച് പരിശീലിക്കണം. എന്നാൽ മാത്രമേ പിന്നീട് നമുക്കത് ആ ഭാഗം ഓതുമ്പോൾ ആ തെറ്റുകൾ ഓർമ്മ വരികയും പരിശീലനത്തിന് എളുപ്പം കിട്ടുകയും ചെയ്യുകയുള്ളൂ. അല്ലാഹു ശുദ്ധ ഖുർആന്റെ യഥാർത്ഥ പാരായണം നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, തജ്വീദിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ആയത്താണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി. നാം ഗ്രന്ഥം നൽകിയ ആളുകൾ അവർ അതിനെ ഹഖ്ഖ തിലാവതിഹി, അതിനെ പാരായണം ചെയ്യുന്നു, അതിനെ ഓതേണ്ട പ്രകാരം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് സ്വഹാബികളെ പറ്റിയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന ഹഖ്ഖ തിലാവല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ഇന്ന ഹഖ്ഖ തിലാവതിഹി അൻ യുഹില്ല ഹലാലഹു വയുഹർരിമ ഹറാമഹ്, അതിന്റെ ഹലാലുകളെ ഹലാലാക്കുകയും ഹറാമിനെ ഹറാമാക്കുകയും, വയഖ്റഅഹു കമാ അൻസലഹു അല്ലാഹ്, അല്ലാഹു ഇറക്കിയ അതേ രൂപത്തിൽ തന്നെ അതിനെ ഓതുക, വായിക്കുക, പാരായണം ചെയ്യുക. ഇതാണ് പറഞ്ഞത്. വലാ യുഹർരിഫൽ കലിമ അൻ മവാദിഇഹി, പദങ്ങളെ അതിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിമറിക്കുക, തെറ്റിക്കുക, അതും ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി എന്നതിന്റെ ഒരു ചുരുക്കസാരം. ഉലൈക യുഅ്മിനൂന ബിഹി, അവരാണ് അതിനെ, ആ ഖുർആനെ വിശ്വസിക്കുന്നവർ. ഉലൈക യുഅ്മിനൂന ബിഹി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അങ്ങനല്ല, ഉലൈക യുഅ്മിനൂന ബിഹി, അവരാണ് ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നവർ. വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അങ്ങനെയാണ്. അപ്പൊ അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അപ്പോ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും പറഞ്ഞ കൂട്ടത്തിൽ സൂറത്തുൽ ബഖറയിൽ തജ്വീദിന്റെ അക്ഷരത്തെറ്റില്ലാതെ ഖുർആൻ ഇറങ്ങിയതുപോലെ ഓതുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞൊരു സ്ഥലമാണ് ഈ ആയത്ത്. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തു യാസീനാണ്. അപ്പോൾ ശരിയായ ആ ഖിറാഅത്ത് പഠിക്കാനുള്ള തൗഫീഖിനും അതേപോലെ തന്നെ അതൊരു എളുപ്പമാവാനും നമുക്ക് മഹാന്മാരായ ഖിറാഅത്തിന്റെ സനദിലെ മശായിഖന്മാർ ഉസ്താദുമാർക്കൊരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് നമുക്ക് ആരംഭിക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും കൂടെ സാവധാനത്തിൽ ഓതുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين غير المغضوب عليهم ولا الضالين آمين. تقبل الله. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 7 ആയത്തുകളാണ് ഓതിയത് അല്ലേ? അൽഹംദുലില്ലാഹ്. അതെല്ലാവരും പഠിച്ച് പരിശീലിച്ച് നന്നായിട്ട്
ഓതി വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓരോ ദിവസവും ആഴ്ചയിൽ 2 ക്ലാസ് ആണല്ലോ, അത് നിർബന്ധമായും അടുത്ത ക്ലാസ് എത്തുമ്പോഴേക്ക് നമ്മൾ പഠിച്ച് പരിശീലിക്കണം. അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞതുപോലെ ഖുർആനെ അവഗണിച്ചവരായിത്തീരും. കാരണം ശരിയായ ഉച്ചാരണം പഠിക്കാനുള്ള അവസരം പല നിലക്കും നമുക്ക് ലഭിച്ചിട്ടും അത് അല്ലാഹു സ്വീകരിക്കും എന്നുള്ള നിലക്കുള്ള ആ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഒരു മുഖം തിരിക്കൽ, അത് വളരെയധികം കഠിനമായൊരു തെറ്റാണ്. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. ഖുർആനെ ഒരു ഭാഗത്ത് ഒഴിവാക്കിയിട്ട, മൈൻഡാക്കാതെ ഇട്ട ആ കൂട്ടത്തിൽ പെട്ടുപോകും. നഊദു ബില്ലാഹ്. അപ്പൊ നിർബന്ധമായും ഓരോ ആയത്തുകളും അതിലെ വാക്കുകളും അതിലെ അക്ഷരങ്ങളും എന്ന നിലക്ക് നന്നായിട്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഉച്ചരിച്ച് പരിശീലിക്കണം. ഇൻഷാ അല്ലാഹ് അവിടുന്ന് അങ്ങോട്ട് ഞാൻ കുറച്ച് ഭാഗം ഓതാം. എന്നിട്ട് സമയത്തിനനുസരിച്ച് നമുക്ക് ആ ഭാഗങ്ങളിലെ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ നമുക്ക് ഒന്നിച്ച് ഓതി പരിശീലിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും മുസ്ഹഫിലേക്ക് നോക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون. إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. وما علينا إلا البلاغ المبين. صدق الله العظيم. قبل الله. ഇനി എട്ടാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്നുകൂടെ ഓതി പരിശീലിക്കാം ഇൻഷാ അല്ലാഹ്. അസ്അലുല്ലാഹു തൗഫീഖ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും മുസ്ഹഫിലേക്ക് തന്നെ നോക്കുക.
إنا جعلنا في أعناقهم أغلالا إنا جعلنا إنا جعلنا في أعناقهم جعلنا فعلنا فعل വഅദ്ന ഇനൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ആ ഐനെ നമ്മളെപ്പോഴും പറയുന്നത് തന്നെ നല്ല ഭംഗിയായിട്ട് പറയാം. നജഅൽനാ ഫീ അനാഖിഹിം പറയരുത്. അലം തറ കൈഫ ഫഅല റബ്ബുക ഹാദാ മാ വഅദർ റഹ്മാനു. ഇങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അസ്സലാമു അലൈക്കും ഇവിടെയൊക്കെ ഐന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന ജഅ എന്ന് തൊണ്ടയുടെ മധ്യം കൊണ്ട് പറയണം. ജഅൽന. വേറൊരു കാര്യം ബഹുമാനപ്പെട്ട ഇബ്നുൽ ജസരി റഹിമഹുള്ളയൊക്കെ പ്രത്യേകിച്ച് ഉണർത്തിയ ഒരു കാര്യം എന്തെന്നറിയോ? സുക്കൂനുള്ള ലാമിന് ശേഷം നന്നായിട്ട് ശ്രദ്ധിക്കുക. സുക്കൂനുള്ള ലാമിന് ശേഷം നൂൻ വന്നു കഴിഞ്ഞാൽ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്താവും? ലാമ് നൂനിൽ കടന്നതുപോലെ ഒരു നാഖിസാവും, അപൂർണമാവും. ഇപ്പൊ ഉദാഹരണത്തിന് വമാ അൻസൽനാ അലാ ഖൗമിഹി എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ വദല്ലൽനാഹാ ലഹും ഇന്നാ അൻസൽനാഹു എന്ന് പറയുമ്പോ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഏതക്ഷരാണ് അവിടെ പൂർത്തിയാവാതെ പോയത്? അല്ല പറയാ ലാം. എങ്ങനെയാണ്? നമുക്ക് തന്നെ നോക്കാം. അൽഹംദു എന്ന് പറയുമ്പോ ലാമിനെ എങ്ങനെയാണോ എത്ര സമയം എടുത്തിട്ടാണ് പറഞ്ഞത്, അത്ര തന്നെ നമ്മൾ വമാ അൻസൽനാ എന്ന് പറയുമ്പോഴോ ഇന്നാ അൻസൽനാഹു എന്ന് പറയുമ്പോഴോ വരുന്നില്ല. അപ്പൊ ഇന്ന ജഅൽന എന്നോ അല്ലെങ്കിൽ ഞാനിപ്പോ ഈ പറഞ്ഞ ഉദാഹരണമോ ശരിയാക്കിയാൽ പോരാ. സുക്കൂനുള്ള ലാമിന് ശേഷം അത് നമ്മള് സുക്കൂനുള്ള ലാമിന് ശേഷം ന എന്ന് വരുന്ന എവിടെയൊക്കെ ഉണ്ടോ ഫഅൽന, ഇങ്ങനത്തെ എല്ലാ സ്ഥലങ്ങളിലും വഖുൽന അല്ലെങ്കിൽ വഖുൽന മാ നസ്സലല്ലാഹ്. ഏത് സൂറത്തിലാണ്? സൂറത്തു തബാറക. കഴിഞ്ഞ അവസരം നമ്മൾ വഖുൽന മാ നസ്സലല്ലാഹു എന്ന് പറയുമ്പോൾ ലാമിന് സമയം കിട്ടുന്നില്ല. നൂനും ചിലപ്പോ പൂർത്തിയാവൂല. അതിന്റെ ഒരു അടുത്ത മഖ്റജുകൾ, വളരെ അടുത്ത സൂക്ഷ്മമായ വ്യത്യാസം മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ലാം, നൂൻ, റ എന്നീ അക്ഷരങ്ങൾ. അതുകൊണ്ട് തന്നെ സുക്കൂനുള്ള റായിന് ശേഷം നൂന് വന്നാലും അല്ലെങ്കിൽ ലാമോ വന്നാലും ഇങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് വദ്കുർന മായുത്ല എന്ന് പറയുമ്പോ നമ്മൾ വദ്കുർന മായുത്ല എന്നാ പറയാം. വദ്കുർന എന്ന് റായിന് സമയം നൂനിന്റെ വ്യക്തതയും വരില്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. അല്ലെങ്കിൽ പബ്ലിക്കിൽ നോക്കൂ, ലാം അതിന്റെ ഓർഡർ ഇങ്ങനെയാണ്: ലാം, നൂൻ, റ മഖ്റജിൽ. ഇനി നോക്കൂ, നമ്മള് എപ്പോഴും പറയും അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ എന്ന് പറയില്ലേ? അല്ലാഹുമ്മ ഗ്ഫിർ ലനാ എന്ന് പറയുമ്പോ നോക്കൂ, റാഓ ലാമോ രണ്ടാലൊന്ന് പൂർത്തിയാവാതെ പോകും. അതിന്റെയും കാരണം അത് തന്നെയാണ്. റാവും ലാമും. ഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാന എന്ന് പറയുമ്പോ ഒരു മലയാളത്തിൽ നമ്മള് എന്താ പറയാ, ബിർല എന്നൊക്കെ പറയുന്ന ഒരു ശൈലിയിലേ വരുന്നുള്ളൂ. ഗ്ഫിർ ലനാ. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ അങ്ങനത്തെ ഉച്ചാരണങ്ങളുണ്ട്. അറബിയിൽ റായിന് ശേഷം ലാമു വന്നു കഴിഞ്ഞാൽ ഫിർഔനെ പോലെ സമയമെടുത്തൊരു റാ പറയണം, എന്നിട്ട് വേണം ല. അപ്പൊ എങ്ങനെ പറയണം നിങ്ങൾ പറഞ്ഞു നോക്കൂ. വഗ്ഫിർ ലനാ വഗ്ഫിർ ലനാ എങ്ങനെ പറഞ്ഞാലല്ലേ വരുള്ളൂ. അല്ലെങ്കിൽ വദ്കുർന എന്ന് പറയാൻ പറ്റില്ല. വദ്കുർന വദ്കുർന. അതാണ് അറബിയുടെ വ്യത്യാസം, അല്ലെങ്കിൽ ഖുർആന്റെ ഉച്ചാരണത്തിന്റെ വ്യത്യാസങ്ങളാണ്. അപ്പൊ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ എന്ന് പറയണ പോലെ ഫിർലന എന്ന് പറയാതെ ഫിർ വഗ്ഫിർ ലനാ വഗ്ഫിർ ലനാ. അപ്പൊ അത്രയും പറഞ്ഞ എന്തിനാണ്? ലാം, നൂൻ, റ എന്നീ മൂന്ന് അക്ഷരങ്ങൾ ഇങ്ങനത്തെ എഴുതി വെക്കണം. ലാം, നൂൻ, റ ഇങ്ങനത്തെ അക്ഷരങ്ങൾ പരസ്പരം അടുത്ത് വരുമ്പോ ശ്രദ്ധിക്കണം. അതൊക്കെ മഖ്റജും സിഫത്തുകളും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് മാത്രം പറയാൻ വേണ്ടി വേറെ ബൈത്തുകൾ തന്നെ ഉണ്ട് തജ്വീദിന്റെ ഗ്രന്ഥങ്ങളിൽ. അപ്പൊ അതിന്റെ കാരണം ഇത് ശ്രദ്ധമായി പോകുന്ന സ്ഥലമായതുകൊണ്ടാണ്. ഉദാഹരണത്തിന് ഇനി യാസീനിലെ അവസാനത്തിൽ വദല്ലൽനാന്ന് വരുന്നുണ്ട്. അവിടെ നോക്കി വദല്ലൽനാഹാലോ, എവിടെ അക്ഷരങ്ങൾ വരുന്നില്ല. വദല്ലൽനാഹാലോ
വദല്ലൽനാഹ. അപ്പൊ ശ്രദ്ധിച്ചാൽ മാത്രമേ നാവ് വഴങ്ങത്തുള്ളൂ. അതിന്റെ കാരണം എന്താണെന്നറിയോ? അൽ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ തൊട്ടടുത്ത സ്ഥലത്തേക്ക് നൂന് വേണ്ടി നാവ് നീങ്ങണം. അപ്പൊ രണ്ടും ഒറ്റ സ്ഥലത്തെന്ന് പറഞ്ഞാൽ അതാണ് നാവിന് സുഖം. അപ്പൊ എപ്പോഴും സുഖത്തിലേക്ക് പോവും നമ്മുടെ വായയുടെ ഓരോ ഭാഗങ്ങൾ. അപ്പൊ നമ്മള് എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കും ഒരു 3 പ്രാവശ്യം. അപ്പൊ നമുക്കൊരു ഇതുവരെ പറഞ്ഞതിൽ നിന്നുള്ളൊരു വ്യത്യാസം മിക്കവാറും നമുക്ക് ഫീൽ ചെയ്യും ശരിയായി ഓതാത്തവർക്ക്. ഇന്ന ജഅൽന വമാ അൻസൽന കണ്ടോ, വദല്ലൽന ഇങ്ങനെ. പിന്നെ ഫീ അനാഖിഹിം ഫീ അനാഖിഹിം എന്ന് പറയുമ്പോ ഏതക്ഷരം? ഇപ്പൊ മദ്ദൊക്കെ ചെയ്തല്ലോ, ഏതക്ഷരം പോയത്? അനാഖിഹിം എന്നുള്ള ഹംസ പോയി. സ്വന്തം അനാഖിഹിം നോക്കും. അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ് അതിന്റെ ഉച്ചാരണം, എവിടെ നിന്നാണ് വരുന്നത്. അതേപോലെ ഫീ അനാഖിഹിം എന്ന് പറയുമ്പോൾ വരുന്നില്ല, യാ ആണ് വരുന്നത്. അപ്പൊ ഫീ അഅനാഖിഹിം. പിന്നെ അഅനാഖ് എന്ന് പറയുന്നത് അഅനാഖിഹിം. പിന്നെ അഗ്ലാലൻ. ഇത് പല സദസ്സുകളിലും ഓത്ത് കേൾക്കുമ്പോ പലരുടെയും ഹിഫ്ള് മനപ്പാടത്തില് അഅനാഖിഹിം എന്നുള്ളിടത്തും അഗ്ലാലൻ എന്നുള്ളിടത്തും അക്ഷരം മാറുന്ന അറിയുന്നില്ല. കാരണം അഅനാഖിഹിം അവരുടെ പിരടികളിൽ അഗ്ലാലൻ ഗില്ലുകളാക്കി എന്നാണ്. പക്ഷെ അഅനാഖിഹിം ഉനുഖ് എന്ന് പോകുന്നതാണ്, അവിടെ ഐനാണ് ഫസ്റ്റ് ലെറ്റർ. അഗ്ലാല് ഗില്ലെന്ന് പോകുന്നതാണ്, അവിടെ ഗൈനാണ് പുള്ളിയുള്ളത്. നമ്മളെങ്ങനെ ഓതും? ചെറുപ്പത്തിൽ ഓതിയ ഒരു ഓത്തിന് ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാൻ, രണ്ടും ഐനാണ് വരുന്നത്. അഅ്ലാല് എന്ന് പറഞ്ഞ അർത്ഥം മാറിപ്പോയി. ഔലാലൻ ഇത് അബൂജഹലിനെ പറ്റി വന്നതാണ് എന്നൊരു തഫ്സീറുണ്ട്. അവൻ പറഞ്ഞു, അബൂജഹല് പറഞ്ഞു, ലഇർ റഅ മുഹമ്മദൻ യുസല്ലി, ഞാൻ മുഹമ്മദ് നിസ്കരിക്കുന്നത് കണ്ടാല് അവന്റെ തലയെ ഞാൻ കല്ലെടുത്തിടും എന്ന് പറഞ്ഞു. അങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടു. കല്ലുമായിട്ട് എറിയാൻ വേണ്ടി പോയപ്പോ കൈ എന്തായി? ഇങ്ങനെ എറിയാൻ വേണ്ടി ഉയർത്തിയ കൈ പെരടിയിൽ അവിടെ കുടുങ്ങിപ്പോയി. കല്ലാണെങ്കിൽ കയ്യിലും ഒട്ടിപ്പോവുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്തായി. അതൊരു തഫ്സീറാണ്. ധാരാളം തഫ്സീറുകളുണ്ട്. ഇതൊരു പ്രയോഗമാണ്, ഒരു തംസീലാണ് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോ ധാരാളം മുഫസ്സിരീങ്ങൾ ഇതങ്ങനെ തന്നെയാണ്, അതിന്റെ അതൊരു സാഹചര്യം അങ്ങനെ ഇറങ്ങിയതാണ്. ഏതായാലും അഅനാഖിഹിം അഗ്ലാലൻ, തഫ്സീറിലേക്ക് കിടക്കല്ല, ഇൻഷാ അല്ലാഹ് തഫ്സീർ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാലോ. അഅനാഖിഹിം അഗ്ലാലാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അഅനാഖിഹിം അഗ്ലാല എന്ന് പറഞ്ഞാലോ രണ്ടും ഉണ്ടാവില്ല. അഅനാഖിഹിം അഗ്ലാല. അതുപോലെ അഅനാഖിഹിം എന്നതിന്റെ ഹംസ നഷ്ടപ്പെടുന്നത് പോലെ അഅനാഖിഹിം അഗ്ലാലൻ എന്ന് പറഞ്ഞാൽ അഗ്ലാലന്റെ ഹംസയും പോയി. അപ്പൊ നമുക്ക് അത് ഫീ മുതൽ ഒന്ന് നിങ്ങൾ ഐനും ഗൈനും രണ്ട് ഹംസകളും ശ്രദ്ധിച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കാം. നമുക്ക് ഫീ അഅനാഖിഹിം അഗ്ലാല, ഫീ അഅനാഖിഹിം അഗ്ലാല. ഇങ്ങനെ ആവണം നമ്മൾ യാസീൻ ഓതുമ്പോ വരേണ്ടത്. ഇപ്പൊ നമ്മൾ ആ പദം മാത്രം എടുത്ത് ഓതിയതാണ്. പക്ഷെ ഇതേ സാവധാനത്തിൽ ഒട്ടും സ്പീഡ് കൂടാതെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു വേണം പറയാൻ. പിന്നെ ഔലാലം ഫഹിയ ഇലൽ എന്നാണ്. ഫഹിയ ഇലൽ എന്നല്ല, ഹായിന് കസ്റാണ്. നമ്മൾ ഫഹിയ ഇലൽ അദ്ഖാനി എന്ന് പറയുമ്പോ ഹായിന് എന്തായത്? എല്ലാരും ഒന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹാദറുള്ളവരൊക്കെ ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ് എന്ന് പറഞ്ഞ പോലെ സുക്കൂനില്ല. ഫഹിയ നിങ്ങള് വഹുവ സമീഉൽ അലീം
ആയത്തുൽ കുർസി ഏതാണ്? വഹുവൽ അലിയുൽ അളീം എന്ന് പറയും. അവിടെ നമ്മൾ അറിയാതെ എന്ത് പോകുന്നുണ്ട്? ലമ്മ് പോകുന്നുണ്ട്. വഹുവ അല്ലെ, വഹുവ സമീഉൽ അലീം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്നില്ല, പക്ഷേ ഇഹ്ദിന പോലെ സുക്കൂനാണ് വന്നത്. വഹുവൽ അലിയുൽ അളീം എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ. അപ്പോ മൊത്തത്തില് വഹുവ എന്ന ലമീറും വഹിയ എന്ന ലമീറും എവിടെ വരികയാണെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. വഹിയ എന്നാണെങ്കിൽ കസ്ർ പൂർത്തിയാക്കി പറയാം, വഹുവ എന്നാണെങ്കിൽ ലമ്മ് പൂർത്തിയാക്കി പറയാം. ഹാന്റെ മനസ്സിലാവാത്തവര് ഉടനെ ചോദിക്കണം പബ്ലിക്കില്, അപ്പൊ ആവർത്തിച്ച് പറയും ഇൻഷാ അല്ലാഹ്. നാം അപ്പൊ ഫഹിയ ഇൽ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് സമയം വേണം. സ്പീഡിൽ പോയാൽ കഴിയൂല. കാരണം ഫഹ് എന്ന് പറയുന്നതിനേക്കാളും ഒരല്പം സാവകാശം വേണ്ടി വരും ഹി എന്ന് പറയാം. അപ്പൊ ഫഹിയ ഇലൽ, ഫ എന്ന് പറയുമ്പോ കണ്ടോ, ഫ ഫ ഫ എന്നിങ്ങനെ കാറ്റ് കേൾക്കുന്നു. അത് അറബിയുടെ ഫ അങ്ങനെയാണ്. പിന്നെ ഫഹിയ ഇലൽ എന്ന് പറഞ്ഞാലോ, നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കൂ. ഫഹിയ ഇലൽ അദ്ഖാനി എന്ന് പറയുമ്പോ എത്ര ഹംസ പോയി? 2 ഹംസ പോയി. ഫഹിയ ഇലൽ അദ്ഖാനി, ഫഹിയ ഇലൽ അദ്ഖാനി അങ്ങനെ ഓതാറുണ്ട് പലരും. ഫഹിയ ഇലൽ അദ്ഖാനി എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹംസനെ ഉച്ചരിക്കാൻ പറ്റും. ഇവിടെ ഹംസയുണ്ടെന്നും അവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമെന്നും ഇതുപോലത്തെ ക്ലാസ്സുകളിൽ കൂടിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതിന് ശേഷം ഇനിയും ഫഹിയ ഇലൽ അദ്ഖാനി എന്ന് ഓതുമ്പോഴോ അത് വലിയ തെറ്റാവും. ഈ ക്ലാസ്സിന് കൂടാത്തവര് രക്ഷപ്പെടുന്നില്ല. കാരണം ഫർള് പഠിക്കല് ഫർളാണല്ലോ. ഫർള് പഠിക്കാതെ നമ്മളിങ്ങനെ മൂളിപ്പാട്ട് പല സ്ഥലത്തുണ്ടാകുമ്പോൾ കേൾക്കാൻ പോവാ. നമ്മളെ ബുറയ്യാൻ ഉസ്താദൊക്കെ പറയുന്ന ആ മസ്അലകളൊന്നും പഠിക്കാതെ കേൾക്കാൻ ഈണമുള്ള ഇന്ന് 2 മണിക്കൂർ കേട്ടാൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പറഞ്ഞത് തന്നെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എങ്ങനെയുള്ളതായ അപ്പൊ നമ്മള് നമ്മുടെ ആഖിറത്തിന്റെ കാര്യം എപ്പോഴും, ഇബാദത്തിന്റെ കാര്യം എപ്പോഴും, പ്രത്യേകിച്ച് ഫർളായ ഇബാദത്തുകളുടെ കാര്യം എപ്പോഴും ശ്രദ്ധ വേണം. നഫ്സിനോട് എപ്പോഴും ചോദിക്കണം, എന്റെ ഇബാദത്തുകൾ സ്വഹീഹാവുന്ന രൂപത്തിൽ ചെയ്യാനൊക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ. കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണല്ലോ ഖിറാഅത്ത്, ഫാത്തിഹയ്ക്ക്. അപ്പോ ഫഹിയ ഇലൽ അദ്ഖാനി പറയത്, ഫഹിയ ഇലൽ അദ്ഖാനി. അതേപോലെ അദ്ഖാനി എന്നാണ് പലരും പറയുന്നത്. ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മിനൂൻ. നിങ്ങള് യാസീൻ ഓതുന്ന സദസ്സുകളിൽ അപ്പുറപ്പുറമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രമാത്രം ഈ ഖുർആൻ പാരായണത്തിന്റെ യഥാർത്ഥ ഉച്ചാരണങ്ങളുമായിട്ട് നാം അകന്നിട്ടുണ്ട് എന്നറിയാൻ നിങ്ങള് യാസീന് പൊതുവെ എല്ലാ സദസ്സിലും ഉണ്ടാവുമല്ലോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അഗ്ലാലെന്നാണോ പറയുന്നത് ആളുകൾ, അതോ അഅലാലെന്നാണോ? ഹംസ വരുന്നുണ്ടോ? ഫഹിയ ഇലൽ അദ്ഖാനി എന്നല്ലേ ഓതണത്? അൽഖാനി എന്നാണ്. ദിഖ്ന് എന്ന പദത്തിന്റെ പ്ലൂറലാണത്. ദിഖ്നുൻ ട്ടോ. അപ്പൊ ഫഹിയ, ഇനി അവിടെ ദാല് ശ്രദ്ധിച്ചാൽ തന്നെ ചിലപ്പോ സ ആയിപ്പോ, ഒരല്പം കാറ്റ് നടന്നാൽ ദാല് സ ആവും. ഫഹിയ ഇലൽ അദ്ഖാനി, അല്ലെങ്കിൽ ഒരു പകുതി സ ആവും. കാരണം 2 മഖ്റജ് ഒന്നാണ്. ഫഹിയ ഇലൽ എന്ന് പറഞ്ഞു നോക്കി, അതാണ് ദാല്. ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. ഫഹും മുഖ്മഹൂൻ. ഫഹും എന്ന് പറഞ്ഞ അതേ ശബ്ദം തന്നെ മുഖ്മഹൂൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അവിടെ മുഖ്മഹൂൻ എന്നാണ്. അപ്പൊ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. അപ്പൊ അത് മാത്രം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. മുഖ്മഹൂൻ എന്നുള്ള ഹാഉം ഫഹിയ എന്നുള്ള കസ്ർ, അൽ ദാല് ഖാഫ് ഖാഫ്. ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. فهي إلى الأذقان فهم مقمحون. ഇനി നമുക്ക് ആദ്യം മുതലൊന്ന് ഓതി നോക്കാം.
إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. ഒന്നുകൂടെ إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. എന്നിപ്പോ എല്ലാ ഹറക്കത്തുകളും സുക്കൂനുകളും അക്ഷരങ്ങളും വെളിവാക്കി പൂർത്തീകരിച്ച് ഉച്ചരിക്കുന്നതിന് നിങ്ങൾ കേൾക്കുമ്പോൾ എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടോ? ഇല്ല. ലഖദ് യസ്സർനൽ ഖുർആനാണ്. പക്ഷെ നമ്മൾ പരിശീലിക്കണം. എന്തൊരു കാര്യം ഫസ്റ്റില് നമുക്കൊരു പ്രയാസം പോലെ ഉണ്ടാവും അല്ലെ? പരിശീലിച്ചാൽ അത് സിമ്പിളാണ്. അടുത്ത ആയത്ത് നോക്കൂ, 9-ാമത്തെ ആയത്ത്. وَجَعَلْنَا مِنْ بَيْنِ أَيْدِيهِمْ سَدًّا وَمِنْ خَلْفِهِمْ سَدًّا. അവിടെയും വജഅൽന നേരത്തെ പറഞ്ഞ തന്നെ ആവർത്തിക്കേണ്ട കാര്യമില്ല, ചോദ്യം ശരിയാക്കണമെന്ന് മാത്രം. നാന്നും പൂർത്തിയാക്കണം, ഇൽന്നും പൂർത്തിയാക്കണം. പിന്നെ മിംബൈനി എന്ന് പറയരുത് എന്നാ. കാരണം സാധാരണഗതിയിൽ സുക്കൂന്റെ ശേഷം ബാ വരുമ്പോ സാവധാനമൊക്കെ ഓതുമ്പോ എന്ത് ചെയ്യുന്നറിയാം, നമ്മളറിയാതെ പോകുന്നൊരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ മിംബൈനിന്ന് ചുണ്ടൊക്കെ മുറുക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യും, ഷദ് ചെയ്യുന്ന പോലെ. പക്ഷേ ഇദ്ഗാം വേറെയാണ്, ഇഖ്ലാബ് വേറെയാണ്. ഇദ്ഗാമില് ഷദ് വരും, ഇഖ്ലാബില് ഷദ് ഉണ്ടാവില്ല. നൂന്നെ മീമാക്കി ഉച്ചരിക്കും, മണിച്ചുകൊണ്ട് പിന്നെ ബാ പറയും. അപ്പോ വെറും ബൈനി എന്ന് തുടങ്ങി വായിക്കുകയാണെങ്കിൽ എങ്ങനെയാണോ ബായിനെ പ്രസ് ചെയ്യുന്നത്, അതിനേക്കാളൊരു പ്രസ്സിങ് എപ്പോ വരൂല, ഇഖ്ലാബില് വരൂല. അംബിയ അല്ലാഹി എന്ന് പറയാൻ പാടില്ല. പിന്നെയോ ഇനി ഒരു ബി എന്നാണ് പറയാം. അംബിയ മിംബൈനി കേട്ടോ. അതൊക്കെ നമ്മൾ അശ്രദ്ധായിട്ട് ഷദ് ചെയ്ത് പോവും. അവിടെ ഷദ്ദില്ല. എന്തേ കാരണം എന്ന് വെച്ചാല് നമുക്ക് പറയാം, അവിടെ ഇദ്ഗാമല്ല, മറിച്ച് ഇഖ്ലാബാണ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂനെയും തൻവീനെയും നമ്മൾ ഒരു മീമാക്കി മറിച്ച് മണിക്കുന്നു. പിന്നെ ബായിനൊന്നും പറ്റുന്നില്ല. ബാ നേരത്തെ ഉള്ളതുപോലെ തന്നെ ബായില് മീമിന്റെ ഒരു ഭാഗവും പ്രവേശിക്കുന്നില്ല, എന്നാലല്ലേ ഷദ് വരത്തുള്ളൂ. അതേപോലെ തന്നെയാണ് തർമീഹിം ബിഹിജാറത്തിൻ എന്ന് പറയാം, അങ്ങനെ ഉണ്ടാവില്ല. തർമീഹിം ബിഹിജാറ. ഈ പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക്? സാക്കിന മീമിന്റെ ശേഷം ബാ വരുമ്പോ അല്ലെങ്കിൽ ഇഖ്ലാബിലൊക്കെ ബായില് ഷദ് വരാൻ പാടില്ല എന്ന് പറഞ്ഞത്. യാ സാഹിബൽ ഫ്ലവർ. എയർപോർട്ടിൽ മനസ്സിലായോ? എയർപോർട്ട് പോയി. ബൈത്തുക്കും. അപ്പോ മാഷാ അല്ലാഹ്. അപ്പൊ അത് എല്ലാ ഇഖ്ലാബിന്റെ സ്ഥലത്തും സാക്കിന നൂനിന്റെ ശേഷം ബാ വരുന്നിടത്തൊക്കെ ഷദ് വരാതെ ആവണം അത് ഓതേണ്ടത്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മിംബൈനി ഐദീഹിം കണ്ടോ, ഹംസ വരുന്നില്ല. മിംബൈനി ട്ടോ. ബൈനി ഐദീഹിം, ഐ എന്ന സുക്കൂനുള്ള യാഇനെ നമ്മള് സുഗമമായി ഉച്ചരിക്കണം. ലീനിന്റെ അക്ഷരാണ്. ഐദീഹിം എന്ന ഹാവ് പറയണം. പിന്നെ നമ്മള് ഒരു അനറബി സ്വരത്തിലാണ് എന്ത് പറയാ, മിംബൈനി ഐദീഹിം സദ്ദം വമിൻ ഖൽഫിഹിം സദ്ദം ഫഅഗ്ശൈനാ എന്ന് പറഞ്ഞാൽ സദ്ദം എന്ന് പറയുന്നതും യുദ്ധം എന്ന് പറയുന്നതും ഒരേപോലെ. യഥാർത്ഥത്തിൽ യുദ്ധം എന്ന് പറയുന്ന ആ ഒരു ധ അല്ലെങ്കിൽ ധനം എന്ന് പറയുന്നത് ഇതൊന്നും അറബിയിലില്ല. എന്നല്ല, സാധാ ദാനം കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ അറബിയിലില്ല എന്നാ. കാരണം എന്തുകൊണ്ട്? അറബിയിലത്തെ ദാലിനെ നേർപ്പിച്ച് പറയണം. അതിന് മഖ്റജ് ഉണ്ട്, നാവ് കാണാൻ പാടില്ല, മുരട്ടിലാണ് വേണ്ടത്.
അപ്പൊ ശദ്ദായ ദാല് പറയുമ്പോ വളരെ ഭംഗിയായിട്ടാണ് ഉസ്താദുമാർ ഓതി തന്നിട്ടുള്ളത്. മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ, സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ. സദ്ദ നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടോ? നമ്മള് സദ്ദ എന്ന് പറയുന്നതും സദ്ദ എന്ന് പറയുന്നതും? ഡു യു ഫീൽ? എന്താണ് തോന്നുന്നത്? നേർത്തിട്ടാണ് ദാല് വരുന്നത് അല്ലേ? ഈ ദാല് നമ്മൾ എല്ലാ സ്ഥലത്തും പാസ്സാക്കണം. ഷദീദ എന്ന് പറയരുത്. ഷദീദ, മജീദ്, ഹാസിദിൻ ഇദാ ഹസദ്, ഹസദ്, യുകദ്ദിബു ബിദ്ദീൻ, ബിദ്ദീൻ, ഇങ്ങനെ. അപ്പോ ഇവിടെ എങ്ങനെ പറയണം? വളരെ ഭംഗിയാക്കി സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ. ഞാൻ ആദ്യം ഓതിയ ഭാഗം നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് ഈ കാര്യം ഒന്നുകൂടെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താം. പിന്നെ വമിൻ ഹൽഫിഹിം സദ്ദ. ഖ എന്ന അക്ഷരം ചിലപ്പോൾ നമ്മൾ ഓതി ശരിയാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ നമ്മള് ഖ ഉള്ള പദങ്ങൾ പലപ്പോഴും തെറ്റിക്കുന്നുണ്ടല്ലോ. അള്ളാഹ് ഹൈറാക്കട്ടെ എന്ന് പറയുന്നുണ്ട്, ഹൈരിൽ ഹൽക്കി കുല്ലിഹിമി എന്ന് പറയുന്നുണ്ട്, അലൽ മുസ്തഫൽ മുഹ്താരി ഹൈരിൽ ബരിയത്തി. ഇവിടെ എല്ലാം ഖ ആണ്. അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയത്തി. ദാൽ കാറ്റ് കൂടാതെ, കറക്റ്റ്. കാറ്റ് വരാന്നുള്ള മറ്റൊരു തെറ്റാണ്. അപ്പൊ താ പോലെയാവും സദ്ദം വമിൻ. എങ്കിലും കാറ്റ് വരാതെ നാവിന്റെ തല മേലെ മുമ്പലിന്റെ മുരട്ടിൽ ഉറപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ സദ്ദ സദ്ദ വനമുദ്ദു ലഹു മിനൽ അദാബി മദ്ദ. സൂറത്തു മറിയം അല്ലെ? സൂറത്തു മറിയമിന്റെ ലാസ്റ്റ് ഉണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ഓതി ശരിയാക്കണം. വനമുദ്ദു ലഹു മിനൽ അദാബി മദ്ദ. ഉണ്ടോ? മദ്ദ, നമുദ്ദു, മദ്ദ. ഇതാണ് ശരിക്ക് അറബിയിലത്തെ ദാല്. ഇവിടെ മാത്രമല്ല, എല്ലാ ദാലും. മജീദ്. നിങ്ങൾ ഈ ക്ലാസ് ശരിക്ക് റെക്കോർഡ് ചെയ്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് ഒപ്പം ഇങ്ങനെ ഓതി ശരിയാക്കുകയാണെങ്കിൽ ഈ സൂറത്ത് മാത്രമല്ല എല്ലാ സ്ഥലത്തും നമ്മുടെ ഉച്ചാരണം ഇങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കും. കാരണം ഖുൽ ഹുവല്ലാഹു അഹദ് മാറും, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ്, എല്ലാം ദാല് വ്യത്യാസപ്പെടുമല്ലോ. അപ്പോ എല്ലാ ദിവസവും സമയം ഇതിനുവേണ്ടി കുറച്ച് നമ്മൾ ഒരു ടൈം മാറ്റി വെക്കണം, നിശ്ചിത സമയം. അപ്പൊ ഒമിൻ ഹൽഫിഹിം എന്നാരെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം. ഒമിൻ ഖൽഫിഹിം സദ്ദ. അവിടെ അല്ല നിർത്തേണ്ടത്. ഫഅഗ്ശൈനാഹും എത്തുമ്പോഴാണ് പൂർത്തിയാവുന്നത്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ വരെ ഓതി നോക്കാം. ഫഅഗ്ശൈനാഹും സദ്ദൻ ഫഅഗ്ശൈനാഹും എന്ന് പറയുമ്പോ അവിടെ ഇഖ്ഫ എന്ന് പറയും, മറച്ചു മണിക്ക്. സദ്ദൻ ഫ എന്ന് വെളിവാക്കൂല. സദ്ദൻ ഫഅഗ്ശൈനാഹും. പക്ഷെ ഫഅഗ്ശൈനാഹും എന്നിടത്ത് ഏതൊക്കെ അക്ഷരാണുള്ളത്? ഫ, പിന്നെ ഹംസ, പിന്നെ ഗൈൻ, ഗൈൻ, പിന്നെ ഷ, അത് കഴിഞ്ഞിട്ട് യ, അങ്ങനെയുള്ള നാഹും. അപ്പൊ ഫഅഗ്ശ ഇത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുന്നത്. ഫ, ഹംസ, ഗൈൻ, ഷീൻ. ഫഅഗ്ശൈനാഹും എന്ന് പറഞ്ഞാൽ ഹംസയും ഉണ്ടാവില്ല, ഗൈനും ഉണ്ടാവില്ല. അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് ഫഅഗ്ശൈനാഹും പിന്നെ ഗൈന്. കാരണം തൊണ്ടയുടെ താഴെ അറ്റത്തു നിന്നാണ് ആ എന്ന് പറയുന്നത്, തൊണ്ടയുടെ മേലെ അറ്റത്തു നിന്നാണ് ഗൈന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനൊക്കെ സാവകാശം കൊടുക്കണം, എന്നാലേ വളരെ സുഗമമായി അക്ഷരങ്ങൾ ഇങ്ങനെ വൃത്തിയായി വന്നുകൊണ്ടിരിക്കും. ഫഅഗ്ശൈനാഹും. ഗൈന് മൊത്തത്തിൽ സുക്കൂനാവുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്നറിയോ? ഗൈന് സുക്കൂനുള്ള വേറൊരു ഉദാഹരണം പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് സജീവമായാട്ടെ. ഗൈന് സുക്കൂന് വരുന്ന എപ്പോഴും ചൊല്ലുന്ന ദിക്റുണ്ട്,
നമ്മൾ ഓതുന്ന സൂറത്തുകളുണ്ട്. അസ്ഹാറിന്റെ അസ്ഹാബൊക്കെ ഒന്ന് ഇതടിക്ക്. വഗ്ഫിർ, മാഷാ അല്ലാഹ്. അതൊരു ഉദാഹരണം, എപ്പോഴും പറയുന്ന വഗ്ഫിർ ലനാ. ഫാത്തിഹയിലുണ്ട് മാഷാ അല്ലാഹ്, ഗൈറിൽ മഗ്ദൂബി, ഗൈറിൽ, അല്ല ഇംഗ്ലീഷ് അടിക്കല്ലേ, അറബിയുള്ളവരടിച്ചാൽ മതി. ഗൈറിൽ മഗ്ദൂബി, മാഷാ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ്, മഗ്രിബ്. ഇതൊക്കെ പറയുമ്പോ യഥാർത്ഥ ഗൈനിന്റെ ശബ്ദം നഷ്ടപ്പെടുകയും വഗ്ഫിർ ലനാ ഒരു ഹംസയോ അല്ലെങ്കിൽ മഗ്രിബ്, പിന്നെ അധികം മാരിബ് നിസ്കാരം ഐനായിട്ടാ പറയാ അല്ലെ. മാരിബ്, അസ്ർ, മാരിബ്, ഏസ എന്ന് പറയും അല്ലേ. അപ്പോ പിന്നെ ബിമഗ്ഫിറത്തിൻ നേരത്തെ നമുക്ക് കഴിഞ്ഞു, എവിടെ, തബാറക്കയിൽ സൂറത്തുൽ മുൽക്ക്. അപ്പൊ മഗ്രിബ്, വഗ്ഫിർ ലനാ, വസ്തഗ്ഫിർഹു. ഇവിടെയൊക്കെ ചില ഐനാണ് പറയാ. ഈ ഗൈന് പറഞ്ഞാൽ തന്നെ ഒന്നും കേൾക്കൂല. വഗ്ഫിർ ലനാ, ഇങ്ങനെ കുടുങ്ങിപ്പോവും. അത് ഹംസയുടെ സ്വഭാവമാണ്. ഗൈനിന്റെ സ്വഭാവം വഗ്ഫിർ ലനാ ഇങ്ങനെയാണ്. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം, അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം, അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ഖാ ആവാണ്. നിങ്ങള് അസ്തഗ് എന്ന് പറയുകയും അവിടുന്ന് ഒരു അല്പം കാറ്റ് നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ പറയണേക്ക. വഗ്ഫിർ ലനാ. അപ്പോ ഇവിടെ ഇപ്പൊ എന്താ വന്നത്, ഫഅഖ്ശൈനാഹു എന്ന് പറയാം, അല്ലെങ്കിൽ ഫഅഖ്ശൈനാഹു എന്ന് പറയാം, അല്ലെങ്കിൽ ഫഅഅശൈനാഹു എന്ന് പറയാം. എങ്ങനെ ഓതിയാലും തെറ്റാണത്. പറയേണ്ടത് എങ്ങനെയാണെന്നറിയോ? എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കൂ. അപ്പൊ എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ നീട്ടാൻ കഴിയണം. അത് ഗൈനിന്റെ ഒരു സ്വഭാവമാണ്. അത്ര വേണമെന്നല്ല, പക്ഷെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഫഅഖ്ശൈനാഹും വസ്തഗ്ഫിർ മഗ്ഫിറ വഗ്ഫിർ ലനാ ഇങ്ങനെ പറയുമ്പോ നഗ്ഫിർ ലക്കും ഖതായാക്കും ഇങ്ങനെ പറയുമ്പോ ഗൈൻ ഇങ്ങനെ മഖ്റജിൽ നീളുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കഴിയാവരെ ജവാബ് അടിച്ചാട്ടെ. വഗ്ഫിർ ലനാ എന്ന് പറയുന്നതും വഗ്ഫിർ ലനാ എന്ന അത് മനസ്സിലാവാത്തവര് മനസ്സിലാവാത്തവരോടാണ് അടിക്കാൻ പറഞ്ഞത്. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായി എന്ന് സമാധാനിക്ക അല്ലേ? അങ്ങനെ നല്ലത്. എന്നാ പിന്നെ കൂടുതൽ ആളുകളും മനസ്സിലായോലാന്ന് വിചാരിക്കാലോ. മിണ്ടാത്തോലൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുക. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പൊ അത് നിങ്ങള് പിന്നെ മനസ്സിലായാനല്ല എളുപ്പമാണ് സംഭവം. ശരിയാണ്, ഓക്കെ, വഗ്ഫിർ ലനാ. പക്ഷെ അത് നമ്മൾ തൊള്ളയുന്നത് വരണം, അതിനാണ് പണി. മനസ്സിലാകാൻ പെട്ടെന്നില്ല. ഉസ്താദ് പറയണ വ്യത്യാസമുണ്ട്. ശരിയാണ്, വഗ്ഫിർ ലനാ വഗ്ഫിർ ലനാ പെട്ടെന്ന് മനസ്സിലായി. 2 സെക്കൻഡ് മതി. പക്ഷെ ചിലപ്പോ 2 ദിവസം മതിയാവൂല. അത്രയും കാലം വഗ്ഫിർ ലനാ എന്ന് പറഞ്ഞത് മാറണം എന്നുണ്ടെങ്കിൽ. അപ്പോ നമ്മള് കുറേ പ്രാവശ്യം പറയണം, 50 or 100 പറ്റാം. അങ്ങനെ വഗ്ഫിർ ലനാ അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ മഗ്ഫിറ. നഅം. അപ്പൊ നമ്മളെ ഗൈന് സുക്കൂനായത് പഠിച്ചപ്പോ ഫഅഗ്ശൈനാഹും ഫഅഗ്ശൈനാഹും ഷൈ എന്നാ പറയാട്ടോ. ഷൈ എന്നല്ല, ഷേ എന്നല്ല, ഷ. ഫഅഗ്ശൈനാഹും ഫഹും. അവിടെ നേരത്തെ പറഞ്ഞ സാക്കിന മീമിന്റെ ശേഷം ഫ വന്നു അല്ലെ? നമ്മള് ഇവിടെ എത്തിയിട്ടൊന്ന് ആദ്യം മുതൽ ഓതി നോക്കാന്ന് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ വജഅൽ എന്ന ലാമ് പിന്നെ നൂന് മിംബൈനി ഹംസ സദ്ദ എന്നുള്ള സീനും ദാലും നേർപ്പിച്ചിട്ട് അപ്പൊ ഫഅഗ്ശൈനാഹും വരെ നമുക്കൊന്ന് ഓതി നോക്കാം. എല്ലാരും റെഡി അല്ലേ ഓതാന്? മേപ്പെട്ടോക്കി ഇരിക്കണല്ലോ എല്ലാരും. نعم ما شاء الله. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم. نقول مرة أخرى. وجعلنا من بين أيديهم سدا
ومن خلفهم سدا فأغشيناهم فهم لا يبصرون. അവിടെ നോക്കൂ, فأغشيناهم സ്പീഡിൽ ഓതുമ്പോ ചിലപ്പോ എന്താവും, فأغشيناهم فهم لا يبصرون ആയിപ്പോ. രണ്ട് സ്ഥലത്ത് ഒരേപോലെ മീം കൂടണം. فأغشيناهم فهم എന്നുള്ളയിടത്ത് فهم لا يبصرون ഫോ എന്നും ലഹും എന്നിടത്ത് ലഹും എന്നും ലഹു എന്നിടത്ത് ലഹുമാ ഫിസ്സമാവാതി. അപ്പൊ ഫായിന് ഫത്ഹ ഇട്ടത് ആദ്യം ഒന്ന് പറഞ്ഞു നോക്കുക നിങ്ങൾ. ഫായിന് ഫത്ഹ വന്നാൽ ഫ. അപ്പൊ അവിടെ ഫഹും ലാ എന്ന് വരണം. പിന്നെ ലാ യുബ്സിറൂൻ എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കൂ. അത് ലാ യുബ്സി എന്നല്ല, അവർ കാണാൻ പറ്റുകയില്ല. കണ്ണിന് മൂടിപ്പോയി നമ്മള്. ഷാവത്താക്കി. ഫഹും ലാ യുബ്സിറൂൻ അവർക്ക് കാണാൻ കഴിയുന്നില്ല, അവർ കാണുന്നില്ല. അവരെ കണ്ണുകൾക്ക് നാം മൂടി ഇട്ടുപോയി. അപ്പൊ ഫഹും ലാ യുബ്സിറൂൻ അല്ല, ലാ യുബ്സിറൂൻ ലാ യുബ്സിറൂൻ. അപ്പൊ എല്ലാവരും പറഞ്ഞു നോക്കൂ. അത് മാത്രം സ്വാദ് വായ നിറച്ചാണ് പറയാ. ബസീറും ലാ യുബ്സിറൂൻ അല്ല, ലാ യുബ്സിറൂൻ ലാ യുബ്സിറൂൻ. സ്വീന്നല്ല കേട്ടോ, സ്വീകരിക്കുക അതുമല്ല. അപ്പോ ഒന്നുകൂടെ ഓതു. فأغشيناهم فهم لا يبصرون فأغشيناهم فهم لا يبصرون. അടുത്ത ആയത്ത് 10-ാമത്തത് അല്ലേ. وسواء عليهم أأنذرتهم أم لم تنذرهم. അങ്ങനെയാണ് പറയേണ്ടത്. അതേ സമയത്ത് എങ്ങനെ നോക്കൂ. സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുമിനൂൻ. സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുമിനൂൻ എന്ന് പറഞ്ഞാലോ സവാഉൻ എന്നാ വന്നത്. സവാഉൻ സവാഉ ഹംസയാണല്ലോ അവിടെ ഉള്ളത്. സവാഉ ആഇഉ സവാഉൻ അലൈഹിം അഅൻദർതഹും എന്ന് പറയുമ്പോ എത്ര ഹംസ വന്നു മൊത്തം? വസവാഉൻ അലൈഹിം അഅൻദർതഹും എന്ന് പറയുമ്പോ എല്ലാ ഹാദിരീങ്ങളും ഒന്നടിച്ചാട്ടെ. അറബിയുള്ളവർ 3 അറബി വേണമെന്നില്ലല്ലോ, 3 നടിക്കാൻ. മാഷാ അല്ലാഹ്. 3 അപ്പൊ അതേ സമയത്ത് നിങ്ങള് കടുപ്പം ഓതിക്കഴിഞ്ഞാൽ സവാഉൻ അലൈഹിം അൻദർതഹും എന്നല്ല വരാ. ഹംസ വരുന്നില്ലല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് ഇങ്ങനെ ഹംസ നമ്മളെ ഇഷ്ടത്തിന് കളയാൻ പറ്റൂ? മറ്റോലൊപ്പം എത്തണ്ടേ എന്നുള്ള എനിക്ക് ഹംസ കളയാൻ പറ്റുമോ? മറ്റോളൊപ്പം എത്തണം എന്നാരായന് പറഞ്ഞത്? നമ്മളോട് യാസീൻ ഓതാൻ പറഞ്ഞു എന്നല്ലാതെ ആ ഉമ്മത്തീങ്ങളൊപ്പം എത്തണം എന്നാരുമ്പോ ഓല് തീരുമ്പോ നമ്മളൊന്നും തീരണം എന്നാരാ പറഞ്ഞതതിന്? അങ്ങനെ പറഞ്ഞാൽ തന്നെ തെറ്റോടുകൂടെ ഓതാൻ പറ്റുമോ? എല്ലാരും ഒപ്പം ഓതണം എന്നറിഞ്ഞു. അതുകൊണ്ട് അതിന്റെ ഇടക്ക് നമ്മൾ ചിലപ്പോ കുരക്കും. ഈ ഒപ്പം ഓതണതിനെ പറ്റി ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മഹുല്ലാന്റെ അത്തിബിയാൻ എന്ന് പറഞ്ഞൊരു കിതാബിൽ പറയുന്നുണ്ട്. ആ ഓത്തുകൊണ്ട് ധാരാളം കലിമത്തുകൾ അടക്കം പോകും. കാരണം നമ്മള് കൂടി ഇങ്ങനെ ഓതുമ്പോ എല്ലാവരും കൂടെ യാസീൻ ഇങ്ങനെ ഓതുമ്പോ ഒരാൾ ചിലപ്പോ കുര വരും, ചിലപ്പോ തുമ്മല് വരും. പിന്നെ മൂപ്പര് ബാക്കി ഓതണില്ല, ഓതാൻ കഴിയൂല. കാരണം കയ്യിൽ മുസ്ഹഫില്ല. മാത്രമല്ല ഇത് ജനങ്ങളുമായിട്ട് ഓതല്ലേ, എവിടുന്ന് ഓതാൻ കഴിയണം? അപ്പോ ബാക്കിയുള്ളിലാണ് കൂടുകയാണ്, മറ്റേ ഓവറിൽ കൂടുക എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇങ്ങനെ കൂടുകയാണ്. അപ്പൊ ഇടക്കിടക്ക് വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കും. കാരണം ഒരു കലിമത്ത് വിട്ട് അടുത്ത് ഓതുമ്പോ അർത്ഥങ്ങൾ മാറും. ഒരായത്തിന്റെ ഒരു ഭാഗം പോയില്ലേ. അപ്പൊ അതിനെപ്പറ്റി പണ്ഡിതന്മാർ ഉണർത്തുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്.
അതുകൊണ്ട് അങ്ങനെ ഒപ്പെത്താന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയില്ല. മറിച്ച് നമ്മളെ ഓതുന്നത് നമുക്ക് പ്രതിഫലം കിട്ടാനാണ്, അല്ലെങ്കിൽ ഒരു മയ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഉദ്ദേശത്തിനോ അല്ലെങ്കിൽ നേർച്ചാക്കിയിട്ടോ ഒക്കെ ആയിരിക്കണം. അത് ഖുർആനായി അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ എല്ലാ അക്ഷരങ്ങളും വരണം. സവാഉൻ കഴിഞ്ഞിട്ട് അലൈഹിം എന്ന് പറഞ്ഞു നോക്കി, ഹംസ അല്ലേ? സവാഉൻ എന്ന് ഹംസ പറഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും പറയാം? അപ്പുറത്തത് എന്താവും? ഹംസയാവും. അല്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. സവാഉൻ അലൈഹിം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നൂനാണ്. അതേസമയത്ത് വസവാഉൻ എന്ന് പറഞ്ഞിട്ട് ഐന് ശ്രദ്ധിച്ചാൽ വസവാഉൻ അലൈഹിം ഉണ്ടോ? സവാഉൻ അലൈഹിം അൻദർതഹും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഉണർത്തിയ ഒരു ഐനാണത്. അതായത് ഇല്ലാത്ത ഐന്, ഹംസ കൂടിയ. വസവാഉൻ അലൈഹിം രണ്ട് സ്വഭാവമാണ്. ഉൻ ചെറിയ ഐന്, അലൈഹിം. പിന്നെ അൻദർതഹും എന്ന് രണ്ട് ഹംസ ഉണ്ടോ? ഒരേപോലെയാണ്. എല്ലാരും അതൊന്ന് പറഞ്ഞു നോക്കി, എന്ന് പറഞ്ഞു നോക്കി. എന്നും ഖിറാഅത്തിൽ അതേപോലെ തന്നെ ഈദ അല്ലെങ്കിൽ ഉ എന്ന് വരും. ഉൻസില നമ്മുടെ ഖിറാഅത്തിൽ നറൽ ഇമാം ഹഫ്സ് റഹ്മഹുല്ലാഹ് ആസിം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്ത അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മുട്ടുന്ന ആ ഖിറാഅത്ത്, അതിൽ ഇങ്ങനെ രണ്ട് ഹംസ എടുത്തു വന്നാലും വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രം വ്യത്യാസമുണ്ട്. ബാക്കിയൊക്കെ എന്തെന്നെയാണ്? തഹ്ഖീഖാണ്. തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ ആന്ന് എങ്ങനെയാണോ തുടങ്ങിയത് അങ്ങനെ തന്നെ രണ്ടാമത്തവും പറയാം. കസ്റാണെങ്കിൽ അങ്ങനെ തന്നെ. ഇദാ കുന്നാ ഇദാമൻ വറുഫാതൻ അല്ലെങ്കിൽ ഇദാ കുന്നാ ഇദാമൻ നഖിറ. കാണാതെ അറിയുന്ന സൂറത്താണ് സൂറത്തുൻ നാസിആത്ത്. അപ്പോ രണ്ട് ഹംസ വരുമ്പോ നമ്മള് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അൻദർതഹും എന്നാ പറയാട്ടോ. അൻദർതഹും അംലം തുന്ദിർഹും ലാ യുഅ്മിനൂൻ എന്നാണ് പലപ്പോഴും സദസ്സുകൾ കേൾക്കുന്നത്. അൻദർതഹും എന്ന് പറഞ്ഞാൽ ചിലപ്പോ ദാല് മഖ്റജിൽ തട്ടിയിട്ടുണ്ടാവും, പക്ഷെ വല്ലാതെ അമർത്തിപ്പോയി. അതുകൊണ്ട് എന്തായി? അൻദർതഹും എന്നായി. അൻദർതഹും എന്നാ വരാ. എന്നല്ലാതെ നമ്മളിപ്പോ അർത്ഥം എന്ന് പറയില്ലേ, അതിന്റെ അർത്ഥം എന്താണ് ഉസ്താദ് എന്ന് ചോദിക്കൂല. ഈ അർത്ഥം എന്ന് പറയുന്ന പോലെ അനർത്ഥം എന്ന് പറയില്ല, എവിടെയും പറയില്ല. അതിന്റെ കാരണം റാ ഒന്ന് വണ്ണിക്കണം, മറ്റൊന്ന് റായിന് റൂ എന്ന് പറയും, തവസ്സുത്ത്. അപ്പോ അൻദർതഹും അം ലം തുൻദിർഹും അവിടെ അങ്ങനെ തന്നെ. അൻദർതഹും മംലം, മംലം എന്നാണ് നമ്മൾ ഓതുന്നത്. അൻദർതഹും അം ലം തുൻദിർഹും ഇങ്ങനെയൊക്കെ സമയം എടുക്കണം അവിടെ. അപ്പൊ തുൻദിർ എന്നുള്ളയിടത്ത് പിന്നെ റായിനെ നേർപ്പിച്ചിട്ടാണ് പറയാ. ലാ യൂമിനൂൻ എന്നല്ല, നമ്മുടെ ഓത്ത് ലാ യുമിനൂൻ, ഹംസക്ക് സുക്കൂനാക്കണം. ലാ യുമിനൂൻ. പിന്നെ സവാഉൻ എന്ന പിന്നെ ഹംസന്റെ മുമ്പുള്ള മദ് എന്താണ്? മദ് മുത്തസിലാണ്. അതിന്റെ പേര് തന്നെ എന്തുണ്ടെന്ന് അറിയാം? മദ് വാജിബ് എന്നുണ്ട്. അപ്പൊ നിർബന്ധമായ മദ്ദാണ് അൽ മദ്ദുൽ വാജിബ്. അതേപോലെ തന്നെ മാഷാ അല്ലാഹ് നമ്മുടെ ഇല്യാസ് അടിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മിക്ക സ്ഥലങ്ങളിലും എന്ന് തന്നെയാണ്. അതിന് വ്യത്യാസപ്പെട്ട ഒരു സ്ഥലമാണ് അഅ്ജമിയുൻ എന്ന് ബോധൂല. അവിടെ എങ്ങനെ ഓത്തുന്ന അവിടെ പ്രത്യേകം തന്നെ മുസാഫിൽ ഒരു അടയാളമൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ഹംസന്റെ താഴെ അല്ല മുകളിൽ ഒരു ഫില്ല് ചെയ്ത റൗണ്ട് കാണാൻ പറ്റും മിക്ക മുസാഫുകളിലും. അപ്പൊ അവിടെ എങ്ങനെയെന്നറിയോ? അഅ്ജമിയുൻ അഅ്ജമിയുൻ വഅറബി. അപ്പൊ അവിടെ എന്ന് പറയില്ല. സൂറത്തു ഫുസ്സിലത്തിന്റെ 44-ാമത്തെ ആയത്താണത്. സൂറത്തു ഫുസ്സിലത്തിലെ 44-ാമത്തെ ആയത്തിലാണ് ഇത് ഉള്ളത്. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹംസക്ക് ഒരു അടയാളം കാണും. അതെന്തിനു വേണ്ടി? രണ്ടാമത്തെ ഹംസനെ സാധാരണ ഉച്ചരിക്കുന്ന പോലെ അല്ല, ഇവിടെ തസ്ഹീലാക്കാന്ന് പറയും. തസ്ഹീലാക്കാന്ന് പറഞ്ഞാൽ ഹംസന്റെയും അലിഫിന്റെയും ഇടയിലുള്ള ഒരു ഉച്ചാരണം. എന്നതാണ് ഇപ്പൊ നമ്മൾ ഓതിയത് യാസീനിൽ. ഇവിടെ എന്ന് പറയാം. അവിടെ കണ്ടൊരു അടയാളം.
രണ്ടാമത്തെ അലിഫിന്റെ മുകളിൽ കണ്ടോ, ഹംസന്റെ മുകളിൽ ഒരു ഫില്ല് ചെയ്ത റൗണ്ട്, നിങ്ങള് പിന്നെ നോക്കിയാ മതി. സുക്കൂനല്ല അത്, ഹംസനെ ഉച്ചരിക്കണം, ഫത്ഹ തന്നെയാണ്, പക്ഷേ മുസഹലായ ഹംസ. ഇങ്ങനെ പറയാ എന്ന് പറയാതെ അഅ്ജമിയ്യുൻ അഅ്ജമിയ്യുൻ വഅറബി കേട്ടോ. അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ, ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ തഹ്ഖീഖാണ് ഓതേണ്ടത്. അപ്പൊ അത് നന്നായിട്ട് ഓതിപ്പടിക്കണം. അഅൻദർതഹും. അപ്പൊ നിങ്ങളെല്ലാരും ഒന്ന് 2 പ്രാവശ്യം നമുക്കൊന്ന് ഓതാം. ആദ്യം മുതൽ. വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻസിർഹും ലാ യുഅ്മിനൂൻ. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب. إنما تنذر. അവിടെയും തുന്തിറു നിങ്ങളെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, നാവിന്റെ തല മേലെ മുമ്പല്ലിന്റെ തെല്ലിൽ വെച്ചുകൊണ്ട് അമർത്താതെ മെല്ലെ മെല്ലെ വെച്ചാലേ തുന്തി എന്ന് കേൾക്കുള്ളൂ. അല്ലെങ്കിൽ തുന്തി ഉണ്ടോ, മഖ്റജ് തട്ടുന്നുണ്ട്, പക്ഷെ ദാല് പോലെ കേൾക്കുക. അതുകൊണ്ടാണ് റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് വരുന്നത്. അതുകൊണ്ടാണ് മഖ്റജ് തട്ടിയിട്ടല്ല, അത് മഖ്റജ് തട്ടുന്നുണ്ട്, നാവിന്റെ തലയൊക്കെ കാണുന്നുണ്ട്, പക്ഷേ വല്ലാതെ അമർത്തിപ്പോയി. നമ്മളെ മർഹൂം ഖാരി ഉസ്താദ് പറയാറുണ്ട് അത്രേ, നമ്മളെ കരണ്ട് പിടിക്കാൻ 2 ടച്ച് മെല്ലെ ടച്ച് ചെയ്യാ പോരെ, അങ്ങനെ മെല്ലെ തൊട്ടാ മതി. കരണ്ട് പിടിക്കാനും മെല്ലെ ടച്ച് ചെയ്യാൻ മതി, അമർത്തി ഇങ്ങനെ വെക്കണമെന്നൊന്നും ഇല്ലല്ലോ അല്ലെ, ആരും തൊട്ടോ വെക്കണ്ട, അങ്ങനെ തന്നെയാണ്, ഇത് സംശയമൊന്നുമില്ല. അപ്പോ അതുപോലെ മെല്ലെ തൊട്ടാ മതി. എന്റെ ദാലിന്റെ ശരിക്ക് കണക്ക് കിട്ടാനേ ഇനി ആരെങ്കിലും വയർ ടച്ച് വെക്കണ്ട, ടച്ച് നോക്കണ്ട കേട്ടോ. അത് ഉസ്താദ്മാര് ഓതണ പോലെ അതാണ്ട് വെച്ചാ മതി. സവാഉൻ അലൈഹിം അഅൻദർതഹും. അതേപോലെ തന്നെ അറഅയ്തല്ലദീ യുകദ്ദിബു ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? മഖ്റജിൽ തട്ടി, പക്ഷെ വല്ലാതെ അമർത്തി വെച്ചുപോയി. തുകദ്ദിബാൻ തുകദ്ദിബാൻ. വഇദ് ഖാല വഇദ് ഖാല എന്ന് പറയണൊക്കെ അതാണ് കാര്യം. മെല്ലെ തട്ടിയാൽ വഇദ് ഖാല വഇദ് ഖാല. അപ്പൊ നമ്മള് ദാലിന്റെ ഉച്ചാരണം പഠിച്ചു, ഇപ്പൊ ദാല് പഠിച്ചു, ദാലിൽ നിന്ന് ദാലിലൊക്കെ വരുന്ന തെറ്റുകൾ പറഞ്ഞു. അപ്പോ ദാല് വരുന്നിടത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. മരിച്ചു എന്നാണ് അയാൾ പറയുന്നത്. അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ. അപകട മരണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മയും ഉസ്താദുമാരും മാതാപിതാക്കളൊക്കെ കാക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതുപടി നിങ്ങള് പിന്നെ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ ട്ടോ. അവിടെ തന്നെ മനിത്തബഅ ദിക്റ. നമ്മള് ദിക്ർ ഹൽഖ എന്നാ പറയാ, ദിക്ർ ഹൽഖ. ഈ ദിക്ർ എന്ന് പറയാ എന്തുകൊണ്ടാണെന്നറിയോ? ഒന്നുകിൽ സാധാ ദാലായിരിക്കും പറയുന്നുണ്ടാവുക, എഴുതിയതുപോലെ മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മഖ്റജിൽ നിന്ന് പറയുന്നവർക്കും ദിക്ർ എന്ന് കേൾക്കും. ഇപ്പൊ ഞാൻ പറയുന്നത് മഖ്റജിൽ നിന്നാണ്, ദിക്ർ ഹൽഖ. ഹൽക്ക എന്നാണ് പറയാ, നന്നാക്കിയതാണ്. ഹൽഖ എന്നാണ് പറയേണ്ടത്. ഹൽഖത്താണ്, ഹൽഖ. അപ്പോ ദാല് അമർത്തരുത് വല്ലാതെ മഖ്റജില് എന്നർത്ഥം. എന്നാലേ ശബ്ദം നടക്കാനും സൗകര്യം ഉണ്ടാവുള്ളൂ. വദ്കുർ റബ്ബക എങ്ങനെയാ പറയാ? അപ്പൊ മനിത്തബഅ ദിക്റ അത് മാത്രം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. അപ്പൊ മനിത്ത എന്ന് പറയുമ്പോ കണ്ടോ, നാവ് നന്നായിട്ട് അമരുന്നുണ്ടല്ലോ. മനിത്ത, താന്റെ സ്വഭാവം അതാണ്. മഖ്റജിൽ ശബ്ദം നടക്കാൻ പാടില്ല, അമർത്തി സ്ഥിതി ചെയ്യുന്ന അക്ഷരാണ് ത. മനിത്ത. അതേ സമയത്ത് മനിത്തബഅ ദിക്റ എന്ന് തായിൽ അമർത്തിയതുപോലെ അമർത്തിയാലോ ദാല് ശരിയാവില്ല, കാരണം ഇത് വേറെ സ്വഭാവമുള്ളതാണ്. അപ്പൊ മനിത്തബഅ ദിക്റ എന്നെല്ലാരും 2-3 പ്രാവശ്യം പറഞ്ഞാട്ടെ.
അങ്ങനെ ഇങ്ങനെ പറഞ്ഞു നോക്കണം ധാരാളം പ്രാവശ്യം. എന്നിട്ട് നിങ്ങൾ തന്നെ അത് മാത്രം റെക്കോർഡ് ചെയ്ത് നോക്കുക, സൗണ്ട് റെക്കോർഡർ, എന്നിട്ട് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും തെറ്റുണ്ടെങ്കിൽ. മനിത്തബഅ ദിക്റ. പിന്നെ ഖശ്യ റഹ്മാന എന്നല്ല, ഖശ്യ അങ്ങനെയല്ല അവിടെ ഉള്ളത്. ഖശ്യ എന്നാണെങ്കിൽ അത് വേറുണ്ട്, നൗനുണ്ട്, ഖശ്യത്ത് അല്ല സാറേ. ഖശ്യ പേടിച്ചു, ഖശ്യത്തുൻ പേടി. പക്ഷെ ഇവിടെ ഉള്ളത് ഫിഅലാണ്, മാദിയായ ഫിഅലാണ്, ഖശിയ അല്ലെ. അപ്പൊ നിങ്ങള് കടുപ്പ് ഓതിയിട്ട് ആ ഷീന് സുക്കൂനാക്കരുത്. ഖശ്യ റഹ്മാന وخشي الرحمن بالغيب. അപ്പൊ റാഇൻ ഹാ ഒക്കെ നിങ്ങള് നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോ റഹ്മാൻ എന്നൊക്കെ പറയുമ്പോ തന്നെ അതിന്റെ ഒരു അർത്ഥം അങ്ങോട്ട് മനസ്സിൽ വരും. അതേസമയത്ത് നമ്മൾ ഖശിയ റഹ്മാന എന്നോ മറ്റോ പറഞ്ഞാൽ പോയി. ഖശിയ റഹ്മാന ബിൽ ഗൈബ് എന്നാണ് കേട്ടോ. ബിൽ ഗൈബ് എനിക്കൊന്ന് സൂറത്തു അൽ മുൽക്കിലെ വന്നു തോന്നുന്നുണ്ട്, ഇതേ പദം തന്നെ, അൽ ഗൈബ് അല്ലെ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. ഗൈബിൽ അള്ളാഹുവിനെ പേടിക്കുന്നവർ. വഖശിയ റഹ്മാന ബിൽ ഗൈബ്. പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം ഗൈബ് ജനങ്ങളിൽ നിന്ന് മറഞ്ഞ സമയത്തും അള്ളാഹുവിനെ, അപ്പൊ രഹസ്യവും പരസ്യത്തിലും അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അപ്പോ യഖ്ശാഹു ഫീ മഗീബിഹി അൻ അബ്സാരിൻ നാസ് വൻഫിറാദിഹി ബിനഫ്സിഹി. അള്ളാഹുവിനെ അവൻ പേടിച്ചു. ഒരർത്ഥം ബിൽ ഗൈബി, ഗൈബ് കൊണ്ട് പേടിച്ചു, അതായത് മറഞ്ഞ കാര്യങ്ങൾ. അള്ളാഹുവിന്റെ അദാബ് നമ്മൾ കാണുന്നില്ല, അവന്റെ നരകം കാണുന്നില്ല, പക്ഷേ അള്ളാഹുവിന് ആ ശിക്ഷയിൽ പെടുമോ എന്നുള്ള പേടി. മറ്റൊരു തഫ്സീറാണ് നേരത്തെ പറഞ്ഞത്, ജനങ്ങളുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞ സമയത്തും സ്വന്തം ഇരിക്കുന്ന സമയത്തും. ഫബശ്ശിർഹു, അവന് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക നബിയെ, ബിമഗ്ഫിറത്തിൻ ലിദംബിഹി, അവന്റെ ദോഷങ്ങൾ നമ്മൾ പുറത്തു കൊടുക്കും, അജ്രിൻ കരീം, കരീമായ പ്രതിഫലം, അതായത് സ്വർഗവുമുണ്ട്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും മിൻ അഹ്ലിൽ ജന്ന. അപ്പോ എന്തിനാണ് ഗൈബിന്റെ അർത്ഥം പറഞ്ഞത്? സദേ അവിടെ ബിൽ ഐബി എന്ന് ഓതിക്കഴിഞ്ഞാൽ ആകെ പോയി. ഐബ് കൊണ്ട് പേടിക്കാന്നാവോ. അപ്പോ അങ്ങനെ ഖുർആനില്ല. ഐബ് എന്ന് പറഞ്ഞാൽ ഐബത്തരം എന്ന് പറയില്ലേ, വഷളത്തരം, ആബ, ന്യൂനത എന്നൊക്കെയുള്ള അർത്ഥല്ലേ. അപ്പൊ ഗൈന് പഠിക്കാത്തവർക്ക് പറയാൻ കഴിയില്ല. ബിൽ ഐബിന്നേ വരും, അല്ലെങ്കിൽ ബിൽ ഐബിന്നോ ബിൽ ഖൈബിന്നോ അങ്ങനെയൊക്കെ ആവും. അപ്പൊ ബിൽ ഗൈബി, എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കി, ബിൽ ഗൈബി, ബിൽ ഗൈബി ട്ടോ. ബിൽ ഗൈബി എന്നും പറയരുത്. ചുണ്ട് ഓകാരം പറയണ പോലെ ആക്കി കഴിഞ്ഞാൽ ബിൽ ഗൈബി എന്നാ പറയാം. ഞാൻ പറയുമ്പോ നിങ്ങൾ ദൂരെന്ന് കേൾക്കുമ്പോ ബിൽ ഗൈബി എന്നാണോ തോന്നിപ്പോകുന്നത്, തഫ്ഖീമാണ്. ഞാനിപ്പോ ചുണ്ട ഇളക്കിയിട്ടില്ല. ബിൽ ഗൈബി, ബിൽ ഗൈബി ട്ടോ. വഖശിയ റഹ്മാന ബിൽ ഗൈബ്. അവിടെ സിലാന്നുണ്ട്, ശ്വാസം അവസാനം വരെ എത്തൂല്ലെങ്കിൽ നമുക്ക് അവിടെ നിർത്തൽ ജായിസാണ്. പിന്നെ ബാക്കി ഓതിയാ മതി. ഫബശ്ശിർ, അവിടം വരെ ഓതാം നമുക്ക്. തുൻസിറു എന്നുള്ളതാലും പിന്നെ മനിത്ത എന്നുള്ള മനിത്തബഅ ദിക്റ എന്നാണ് ചിലരോത്. മനിത്തബഅ ദിക്റ അങ്ങനെ പറയരുത്. ഒരു തായിനെയും അങ്ങനെ പറയരുത്. പ്രത്യേകിച്ച് ശബ്ദുള്ള താവൊക്കെ തത്തഖൂൻ, അത്തഹിയാത്തു ഇങ്ങനെയൊക്കെ പറയാ. അത്തഹിയാത്തു, തത്തഖൂൻ, ലഅല്ലകും തത്തഖൂൻ. എത്ര വ്യത്യാസമുണ്ട് നോക്കൂ. തത്തഖൂൻ എന്ന് പറയുന്നതും തത്തഖൂൻ എന്ന് പറയുന്നതും എത്ര വ്യത്യാസമുണ്ട്. തതഫക്കറൂൻ എന്ന് പറയുന്നതും തതഫക്കറൂൻ, തതദക്കറൂൻ. വ്യത്യാസമല്ലേ രണ്ടും നിങ്ങൾ കേൾക്കുമ്പോ? അവിടെ പോയി അസ്ഹാബുൽ അസ്ഹാർ. അൽഹംദുലില്ലാഹ്. വ്യത്യാസമുണ്ട്. വ്യത്യാസം എല്ലാരും കേൾക്കുന്നുണ്ട്.
അങ്ങനെ നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് ഓതുമ്പോഴും കേൾക്കണം. ദാരിമുസ്താദെ, ഇവിടുന്ന് അങ്ങോട്ട് ഓതുമ്പോ എല്ലാവർക്കും വ്യത്യാസം കേൾക്കുന്നുണ്ട്. തതഫക്കറൂനും തതഫക്കറൂൻ. അതേപോലെ അവിടുന്ന് ഇങ്ങോട്ട് ഓതുമ്പോഴും നിങ്ങൾ ആ മൂല്യ വ്യത്യാസം ഇങ്ങോട്ട് കേൾക്കണം. എന്നാലേ നമുക്കത് ഖുർആനിൽ എല്ലായിടത്തും എപ്പോഴും അറിയാതെ ഓതാണെങ്കിലും ഏത് എവിടെ വന്നാലും തന്നെയുള്ളൂ. ഇനി വേറെ ഉച്ചാരണമല്ല. റാ ഒക്കെ എടുത്താണെങ്കിൽ നമുക്ക് വേറെ ഉച്ചാരണുണ്ട് അല്ലെ. ചില സ്ഥലത്ത് റാ എന്ന് പറയും, ചില സ്ഥലത്ത് വൈരി എന്ന് പറയും, ചില സ്ഥലത്ത് ഖുർആൻ എന്ന് പറയും, ചില സ്ഥലത്ത് ഫിറഔൻ എന്ന് പറയും. പക്ഷെ താന് വ്യത്യാസമല്ല, എപ്പോഴും തു കേട്ടോ. അപ്പൊ അത് തന്നെ ഒരു ദിവസം തന്നെ പഠിച്ചാല് നമ്മുടെ ഖിറാഅത്തിൽ ഉള്ള താവുകൾ മൊത്തം ശരിയായി കിട്ടുകയാണെങ്കിൽ എത്ര ഭാഗ്യായി. അപ്പൊ താവ് കൊണ്ട് പിന്നെ തെറ്റ് വരൂലല്ലോ. അങ്ങനെ ഒരു ദിവസം കാഫ് പഠിച്ചോളൂ. എന്നിട്ട് കാഫുള്ള ഒരു 10-25 ഉദാഹരണങ്ങൾ എവിടെന്നെങ്കിലും കിട്ടണോടത്തുനിന്ന് മറിച്ച് എഴുതല്ല. സൂറത്തുൽ ഫീലിന്റെ താഴോട്ട് ഫാത്തിഹ, വാഖിഅ, അൽ മുൽക്ക്, യാസീൻ, ഇങ്ങനെ ആയത്തുൽ കുർസി, ആമനർ റസൂലു, എപ്പോഴും ചൊല്ലുന്ന ദിക്റുകൾ, അത്തഹിയ്യാത്ത്, ഇതിലുള്ള കാഫുകളൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് പഠിക്കുക. അങ്ങനെ ഒരു വർക്കൗട്ട് ചെയ്യണം, നമ്മള് ഹോംവർക്ക് ചെയ്യണം. എന്നാൽ ശരിയാവും. അതിന്റെ മഖറജ് അങ്ങനെ എന്തോ ഉണ്ട്, വർക്കല്ല. അപ്പൊ അവിടെ വരെ നമുക്കൊന്ന് ഓതാം. ഇന്നമാ തുൻസിറു മൻ ഇത്തബഅ الذിക്റ വഖശിയ الرحمن ബിൽഗൈബ്. അവിടെ മദ്ദുല്ലി എന്ന് പറയും, അതുകൊണ്ടാണ് കുറച്ചധികം നീട്ടാൻ കാരണം. ഇന്നമാ തുൻസിറു മൻ ഇത്തബഅ الذിക്റ വഖശിയ الرحمن ബിൽഗൈബ് ഫബശ്ശിർഹു. ഞാൻ തുടങ്ങുമ്പോ തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്തല്ല ഒന്നും കേൾക്കാതെ ഫബശ്ശിർഹു, ഫബശ്ശിർഹു അല്ല, നേർപ്പിച്ചിട്ട് ഫബശ്ശിർഹു, റായിനെ നേർപ്പിച്ചു. ഫബശ്ശിർഹു എന്നാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ അതിനെ മാറ്റുക, ഗൈറിൽ മഗ്ദൂബി വലക ഫബശ്ശിർഹു ബിമഗ്ഫിറ. മഗ്ഫിറ നേരത്തെ പറഞ്ഞു. പക്ഷെ അവിടെ നന്നാക്കി വായിച്ചവരെന്നെ ഒരു കാര്യം പഠിക്കണം. എന്തെന്നറിയോ? മീമിനെ വലുതായി പോകും, ബിമഗ്ഫിറ. പക്ഷെ മാലിക്കിന്റെ അവിടെ നല്ല ഭംഗിയാക്കി പറഞ്ഞ ആള് ഇവിടെ മഗ്ഫിറ എന്നാവാൻ പറ്റൂല. കാരണം മാക്കിഞ്ഞി മാറ്റല്ല. മാലിക്കി, മർയം, മഗ്ഫിറ, മറജൽ ബഹ്റൈനി. മറജ എന്ന് പറയാനാണ് നമ്മളെ വായക്ക് സുഖം. കാരണം ഓപ്പോസിറ്റ് സ്വഭാവം വരുന്നില്ലല്ലോ, മറോ. പക്ഷെ ഖുർആനിൽ പറയാലോ എങ്ങനെയല്ല, മറജ, മർയം, ബിമഗ്ഫിറ. അപ്പൊ മീമിനെ നേർപ്പിച്ച് പറയണം എന്നർത്ഥം എല്ലായിടത്തും. കൂട്ടത്തിൽ ഇവിടെ ഗൈന് വരുന്നതുകൊണ്ട് അതിന്റെ ഒപ്പം വണ്ണിച്ചു പോവും. അപ്പൊ അത് ഭംഗിയാക്കി പഠിക്കുക എല്ലാവരും. ബിമഗ്ഫിറത്തിൻ എന്നാണ്, അജ്രിങ്കരീം എന്നല്ല, അജ്രിങ്കരീം. അജ്രിങ്കരീം എന്ന് പറയുമ്പോ കണ്ടോ, നമ്മളറിയാതെ കരീമുമായിട്ട് ഗരീമായി, ഗരീം. വഅജ്രിൻ കരീം. അല്ലെങ്കിൽ ജീമ് കാറ്റോട് കൂടെ പറയുന്ന ആളാണെങ്കിൽ അജ്രിൻ കരീം, അച്ച് അച്ച്. അപ്പൊ എല്ലാരും അജ് എന്ന് പറഞ്ഞു നോക്കി, നിങ്ങൾ പറയാൻ കഴിയുന്നുണ്ടോ? അജ്. കാറ്റ് നടന്നാൽ അച്ച് എന്നായി പോവും. അജ്. വഅജ്രിൻ ക എന്നാണ്, കരീം. കരീം അല്ല കേട്ടോ, കെ എന്നല്ല. കാൽഫിൽ ഫത്ഹിട്ട് കഴിഞ്ഞാൽ ക. വഅജ്രിൻ കരീം, വഅജ്രിൻ കരീം. അപ്പൊ അവിടെ ഫബശ്ശിർഹു എന്നുള്ളയിടത്തും അജ്രിൻ എന്നുള്ളയിടത്തും കരീം എന്നിടത്തൊക്കെ റാ എന്താണ്? തർക്കീഖാണ്. തർക്കീഖല്ല. അപ്പോ അത് നമുക്കൊന്ന് പറഞ്ഞു നോക്കല്ല ഭംഗിയാക്കിയിട്ട്. പിന്നെ ഷീന്നൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, ഫബശ്ശിർ എന്നുള്ള ഷീനുണ്ട്. മലയാളത്തിൽ നമുക്കിപ്പോ മേശ എന്ന് പറയണ ഒന്നുണ്ട്, പിന്നെ കൃഷി എന്നും അതേപോലെ തന്നെ ഋഷി എന്നൊക്കെ പറയുന്ന ഒരു പായിന്റെ മുകളില് ഒരു കെട്ടിട്ടുള്ള അതുണ്ട്.
പക്ഷെ ഖുർആനിലത്തെ നമുക്ക് വേറെ തന്നെ പഠിക്കാം. എങ്ങനെ പഠിക്കാം? നാവിന്റെ ശരിയായ മധ്യവും മേലെണ്ണാക്കും, അതോടൊപ്പം തന്നെ വലിത്തഫശ്ശീനു ളാദനിസ്തഖിൽ എന്ന് പറഞ്ഞ ഒച്ചയില്ലാതെ ഓതുമ്പോൾ ജ ഛ ആയി പോകൂല എന്നാണ് മറുപടി. ഒച്ചല്ലാതെ ഓതുമ്പോ എങ്ങനെ ജ ഛ ആവണു? അങ്ങനെയാണെങ്കിൽ ഒച്ചല്ലാതെ ഓതുമ്പോ ഛ ജായും ആവണ്ടേ? അങ്ങനെ എല്ലാ അക്ഷരം അങ്ങനെ മാറല്ല ഒച്ചല്ലാതെ ഓതുമ്പോ. അങ്ങനെ ഓതരുത്. അതിനെന്താണ് പഠിക്കാന്ന് പറയാൻ, പരിശീലിക്കുക. ഒച്ച ഉണ്ടാലില്ലെങ്കിലൊക്കെ ജീമായിട്ട് തന്നെ പറയാൻ കഴിയുന്ന ഒരു പരിശീലനത്തിലേക്ക്, പ്രാക്ടീസിലേക്ക് വി വാണ്ട് ടു കം. അപ്പോ ഫബഷ് എന്നാണ് അറബിയിലത്തെ ഷീന് വരെ. നമുക്കിങ്ങനെ പരന്ന് കാറ്റ് വായലിങ്ങനെ വായയുടെ മുൻഭാഗം വരെ ഇങ്ങനെ പരന്ന് നടക്കണ നമുക്ക് ഫീൽ ചെയ്യണം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി മിൻ ശർരി മാ ഖലഖ് മിൻ ശർരി ഷ എന്നല്ല, ഷാന്നല്ല, മിൻ ശർരി എന്നല്ല. ഷ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് മുന്നോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട്. മിൻ ഷ ട്ടോ. അപ്പൊ ഇവിടെ ഷദ്ദും കൂടി വന്നുകൊണ്ട് നമുക്ക് നല്ല ഭംഗിയിൽ പറയാൻ പറ്റും. ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ഒന്നുകൂടെ. ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. നമ്മൾ വേറെ ക്ലാസ് ഉണ്ടപ്പോ അല്ലാഹ് ഞാൻ ചോദിച്ചതുമില്ല. ഫീ ദർസ് ആഖർ യാ അഡ്മിൻ. ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്ത ആയത്തും കൂടെ ഓതി നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. 12ാമത്തെ ആയത്തിൽ അല്ലേ? നാം അടുത്ത ആയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതില് ഹാകളൊക്കെ ആവർത്തിച്ച് വരുന്നുണ്ട്. യാ നന്നായിട്ട് സൂക്ഷിച്ചു പറയേണ്ട ഒരു മാഷാ അല്ലാഹ് ബറക്കല്ലാഹു ഫീക്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു. إنا نحن نحيي الموتى ونكتب ما قدموا. കണ്ടോ? ഇന്നാ നഹ്നു നുഹ്യിൽ എന്ന് പറയുമ്പോ കണ്ടോ ഒരു കുഴപ്പവും പറ്റിയില്ല. ആ സമയത്ത് നിങ്ങള് ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത എന്ന് പറഞ്ഞാൽ അതിപ്പോ ഹാ അല്ല, എന്നാ ഹാ ഓട്ടായിട്ടുമില്ല. അങ്ങനെ ഒരു ഹാ ആണ് പൊതുവേ നമ്മൾ പറയുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്ത് പറയാ? അൽഹംദുലില്ലാഹ് കൈഫ് ഹാലക് എന്ന് വെച്ചാൽ ചോദിച്ചാള് കൈഫ് ഹാലക് എന്ന് ഹാ കൊണ്ടാ ചോദിക്കണത്. നമ്മള് പറയണ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാ ഹാ ആണോന്ന് ചോദിച്ചാൽ ഹായിൽക്കും കൂട്ടാ, ഹാ ആണോന്ന് ചോദിച്ചാൽ ഹാന്നല്ലേ അങ്ങനെയും പറയാം. മറ്റേ കന്ന് കച്ചവടക്കാരൻ പറഞ്ഞതുപോലെ മൂപ്പരവിടെ വെച്ചിട്ടൊന്ന് തോണ്ടും. അപ്പൊ പിന്നീട് വാങ്ങിക്കൊണ്ടോന്ന് നല്ല അഭിപ്രായം പറഞ്ഞാല് അതന്നല്ലേ ഞാൻ തോണ്ടിയത് എന്ന് പറയും. അല്ല മോശാണെങ്കിലോ, സാധനം കന്ന് മോശാണെങ്കില് അപ്പോഴും പറയാം അതന്നല്ലേ ഞാൻ തോണ്ടിയത് തന്നെ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കണ്ടോ? അതിപ്പോ രണ്ടിൽക്കും കൂട്ടാം. അവിടെ ശരിക്ക് ഹാ ആണെങ്കിൽ ഞാൻ ഹാ എന്നല്ലേ പറഞ്ഞതെന്ന് പറയാം. അല്ലെങ്കിൽ ഹാ ആയിരുന്നു ഇന്നാ നഹ്നു എന്നാണെങ്കിൽ അപ്പൊ അതിൽക്കും കൂട്ടാം. പക്ഷെ അങ്ങനെ കൂട്ടാൻ പറ്റൂലത്. ഇത് ഹാ. അതെ ശരിയാണ്. തെറ്റിയാൽ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. നന്നായിട്ട് ശ്രദ്ധിക്കുന്ന നിങ്ങളെപ്പോലത്തെ തജ്വീദൊക്കെ എപ്പോഴും
പഠിച്ച ആളുകൾക്ക് എന്താ പറയുക പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത കേട്ടോ. അപ്പൊ എല്ലാ ഹാവും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരിക്കലും അൽഹംദുലില്ലാ 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 എന്ന് പറയരുത്. അൽഹംദുലില്ലാ പറയുമ്പോ തന്നെ എന്തുണ്ട്, അള്ളാഹുവിന് ഒരു സ്തുതിക്കല് വരുന്നുണ്ട്. ആ സമയത്ത് അൽഹംദുലില്ലാ എന്ന അൽഹംദുലില്ലാ ആവുന്നുള്ളൂ. മനസ്സിൽ തട്ടിയിട്ടൊരു അൽഹംദുലില്ലാ പറഞ്ഞു പഠിക്കണം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത ട്ടോ. പിന്നെ അവിടെ നഹ്നി ഹാ പറഞ്ഞാൽ തന്നെ നഹ്നു എന്നല്ല, ഖൽഖലത്തില്ല. നഹ്നു നുഹ്യി നഹ്നു നുഹ്യി അത് മാത്രം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. നഹ്നു നുഹ്യി നഹ്നു നുഹ്യി ട്ടോ. പിന്നെ നുഹ്യിൽ മൗതാന്ന് കൂട്ടി വായിക്കുമ്പോ ഈ ആഇന്റെ കസ്റ് പോവാ. ചിലരൊക്കെ അവിടെ ഓതി പഠിച്ചിട്ടുള്ളത് ഇന്നാ നഹ്നു നുഹ്യൽ മൗതാന്ന്. നുഹ്യൽ മൗത ഏകദേശം ഒരു ഫത്ഹായിട്ട് അല്ലെങ്കിൽ തനി ഫത്ഹായിട്ട്. അപ്പൊ നിങ്ങൾ ഓതി ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് നോക്കണം. ഞാൻ പറയുമ്പോ ഫത്ഹാണോ അതോ ശരിയായ കസ്റ് വരുന്നുണ്ടോ അതോ രണ്ടിന്റെ ഇടയിലാണോ വരുന്നത് എന്ന് നിങ്ങൾ നോക്കണം. ഈ എന്നാണ് പറയേണ്ടത്. മുസ്ഹഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നുഹ്യിൽ മൗത എന്നാണ്ടോ. എന്ത് പറയത്? മൗത എന്നല്ല, മോ. മീമിന് ഫത്ഹയിട്ടാൽ മ, പിന്നെയാണ് വാവ് വരുന്നത്. അപ്പൊ ആദ്യം തന്നെ ചുണ്ട് ഇളക്കി കഴിഞ്ഞാൽ നുഹ്യിൽ മൗത മൗത മോ. നുഹ്യിൽ മൗത നുഹ്യിൽ മൗത പറഞ്ഞു നോക്കി നിങ്ങളിന്റെ കൂടെ. നുഹ്യിൽ മൗത മൗത കേട്ടോ. വനക്തുബു മാ ഖദ്ദമു എന്നാ പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു വ്യക്തമായി ശക്തി എന്ന് പറയുന്ന പോലെ കാഫ് പറയരുത് ഖുർആനിൽ. കാരണം എന്താന്ന് വെച്ചാൽ എന്താ പറയാ, എല്ലാരും ഒന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ട് നക്തുബു എന്ന് പറയാൻ പറ്റൂല? എന്തുകൊണ്ടാണ്? അപ്പോഴും വിട്ടു പൂവുള്ളതുകൊണ്ടാ. കുതാക്കൽ സോറി വിടണ്ട, നിങ്ങളിതിന്റെ മറുപടി ഓടി. ഓൺലൈൻ അടിച്ചു കാറ്റ് അല്ലേ? കാറ്റ് വരണം. കാരണം അതിന് ഹംസ് ഉണ്ടല്ലോ. കാഫിന് ഹംസ് ഉള്ളത് കൊണ്ടാണ് രക്തം എന്ന് പറയണ പോലെ പറ്റൂല എന്ന് പറയാൻ. റിഹ്വല്ല കേട്ടോ, ഹംസ് എന്ന് പറയും. ഹംസ് ഹംസ് ഹംസ്. അപ്പോ മഹ്മൂസുഹാ ഫഹസ്സഹു ശഖ്സുൻ സകത് എന്നല്ല പാടിയത്. മഹ്മൂസുഹാ ഫഹസ്സഹു ശഖ്സുൻ സകത് കേട്ടോ. അപ്പോ നെക് തുബു നെക് അല്ല, നെക്തുബു അല്ല കേട്ടോ. നിങ്ങൾ അതാണ് ഖുതുബുജത അങ്ങനെയല്ല എന്ന് ചോദിക്കാൻ കാരണം അങ്ങനെയല്ല. അത് നെക്തുബു എന്ന് പറയുമ്പോഴല്ലേ കൽക്കലത്ത് വരിക. ഇത് നെക്ക് എന്ന് പറയലല്ല, മറിച്ച് നമ്മള് അത്ത് എന്ന് പഠിച്ച അതേ സ്വഭാവം. നെക് തുബു നെക് തുബു. ഒരൽപ്പം കാറ്റ് മഹ്റജിൽ നടക്കുക, അപ്പൊ കറക്റ്റായി നെക് തുബു. അതേസമയത്ത് ശക്തി എന്ന് പറയുമ്പോ അങ്ങനെയല്ലല്ലോ. പിന്നെ കുറെ വയസ്സൊക്കെ ആവുമ്പോ ആളുകൾ എന്ത് ശക്തിയുക്തമായി എന്നൊക്കെ പറയും. കൽക്കലത്തൊക്കെ ഉണ്ടാക്കിയിട്ട് രക്തം കൊടുക്കുക. നമ്മളൊക്കെ ചെറുപ്പക്കാരാന്ന് തോന്നുന്നുണ്ട് എല്ലാരെയും ഐഡിയ ഒക്കെ കണ്ടിട്ട്. ഏതായാലും ആരാണെങ്കിലും അങ്ങനെ പറയാൻ പാടില്ല. തമാശ പറഞ്ഞാണ് നെക് തുബു മാ ഖദ്ദമു ട്ടോ. അപ്പൊ അത് ഖുർആനിൽ എല്ലാവരും പ്രത്യേകം സുക്കൂനുള്ള കാഫൊക്കെ പഠിച്ചാൽ മതി. അല്ലാഹു അക്ബർ എന്നല്ല, അല്ലാഹു അക്ബർ അങ്ങനെ പഠിക്കുക. യക്സിബൂൻ ഒക്കെ പറഞ്ഞ തന്നെ നിങ്ങൾ ഓതി പഠിക്കണം. നക്തുബു പിന്നെ താ ആണ്, അതിനും കാറ്റുണ്ട്. നക്തുബു ട്ടോ. പിന്നെ മാ ഖദ്ദമു എന്ന് പറയരുത്. നിങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഷയിൽ നിന്ന് വന്നതാണ്. അറബിയിൽ അങ്ങനെ ദാലില്ല. കാരണം മലയാളത്തിൽ ധാരാളം ദാലുകളുണ്ട്. ദാനം എന്ന് പറയുന്ന ദാലുണ്ട്, ധനം എന്ന് നാ മറിച്ചിട്ടുള്ള ദാനുണ്ട്. പിന്നെ രണ്ടും പാടെ മിക്സ് ആക്കിയിട്ട് യുദ്ധം എന്ന് പറയുന്ന അതുണ്ട്, ദായും ധായും പാടെ കൂടിയിട്ട്. പക്ഷേ അറബിയിൽ ആകെ ഒറ്റ ദാലേ ഉള്ളൂ. അതാണെങ്കിൽ
വളരെ നേർപ്പിച്ചിട്ട് ദീദു അത് ദീദു അത്, ഇതാണ് ദാല്. അങ്ങനെ നിങ്ങളിങ്ങനെ പറഞ്ഞ് പാടി പഠിക്കണം. ദീദു അത്. ദുൻ ഷദ്ദാണെങ്കിൽ എന്താ പറയും? ഷദ് മദ് എന്നാ പറയാ. അപ്പൊ മാ ഖദ്ദമു എന്നപ്പോ പിന്നെ പറയോ? പറയില്ല. മാ ഖദ്ദമു. ഞാൻ നേരത്തെ ഓതിയപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇല്ലാത്തവര് രണ്ടാമത് ആ ഓത്തൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഞാൻ ആ ഓതിയപ്പോ എങ്ങനെയാണ് ദാല് വരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. മാത്രല്ല ഖോ എന്ന് പറയുമ്പോ വണ്ണിച്ച അക്ഷരല്ലേ ഖോ. ആ ഊക്കിൽ നമ്മൾ ദാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖദ്ദമൂന്നാവും. മാ ഖ എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ താവണം, റിലാക്സ് ആവണം. മാ ഖദ്ദമു മാ ഖദ്ദമു വആസാറഹും. കണ്ടോ? അപ്പൊ നമുക്ക് ഭംഗിയാക്കി പറയാൻ പറ്റുന്നുണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങളത് മാത്രം 2 പ്രാവശ്യം പറഞ്ഞോട്ടെ. മാ ഖദ്ദമു മാ ഖദ്ദമു. ഇതാണ് അറബിയിലത്തെ മൊത്തം ദാല്. ധാരാളം തഫ്സീറുകളിലെ ആയത്താണ്. നക്തുബു മാ ഖദ്ദമു. അവർ തഖ്ദീം ചെയ്തതിനെ നാം എഴുതി വെക്കും. വ ആസാറഹും. ആസാറിനെ എഴുതി വെക്കും. ഐ ഒരു തഫ്സീർ, ധാരാളം തഫ്സീറുകളുണ്ട്. ഐ ഖുതാഹും ഇലൽ മസ്ജിദി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള മറ്റൊരു തഫ്സീർ, പള്ളിയിലേക്ക് നടന്നു പോകുന്ന കാലടിപ്പാടുകളെ, കാലടികളെയും അള്ളാഹു എഴുതി. അപ്പൊ അതിന് അത്രയും പ്രതിഫലമുണ്ട്. നുഹാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വഹാദാ ഔലാ മാ ഖീല ഫീ. അതിന്റെ തഫ്സീറിൽ പറയപ്പെട്ടതിൽ ഏറ്റവും ഔല ഇതാണ്, ഈ തഫ്സീറാണ്. അതേപോലെ ഒരു നല്ല കാര്യം ഒരാള് കൊണ്ടുവന്നു, ചര്യ കൊണ്ടുവന്നു, പിന്നീട് ഖിയാമത്ത് നാൾ വരെ അത് തുടരപ്പെട്ടു. അപ്പൊ ആരൊക്കെ നല്ല കാര്യം തുടർന്ന് അതുപോലെ പിന്നീട് ചെയ്തോ അതിന്റെയൊക്കെ പ്രതിഫലം അവർക്കുണ്ടാവും. അങ്ങനെ ധാരാളം തഫ്സീറുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി ഉണ്ടംബർ ഉസ്താദിന്റെയൊക്കെ സൂറത്ത് യാസീൻ, അതുപോലെ സി ഉസ്താദിന്റെ, ചെറൂർ അബ്ദുള്ള മുസ്ലിം, ഇവരുടെയൊക്കെ സൂറത്ത് യാസീൻ നമുക്ക് ഓൺലൈനിൽ കിട്ടും, CD കിട്ടും. അത് കേട്ട് കഴിഞ്ഞാൽ ഇതിനോടൊപ്പം നിങ്ങൾ അതും കൂടെ കേട്ടാൽ ഈ തജ്വീദ് നന്നാക്കലും ഇതിന്റെ വിശാലമായ അർത്ഥങ്ങളും നമുക്ക് കിട്ടും. സൂറത്ത് യാസീൻ അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ കിട്ടും. ഞാനൊരു ചുരുക്ക ഇത് പറഞ്ഞു എന്നുള്ളൂട്ടെ. ഞാൻ തഫ്സീർ അത് പ്രിപ്പയർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറവുണ്ടെങ്കിലും സാമാർ ഉണർത്താം. അപ്പോ വനക്തുബു മാ ഖദ്ദമു. പിന്നെ എന്താണ്? ഖദ്ദമു ആസാറഹും അല്ല, ഖദ്ദമു വആസാറഹും. ഖദ്ദമു വആസാറഹും. അപ്പൊ ആസാറഹും എന്ന് പറയുമ്പോ നിങ്ങൾ പഠിച്ചത് എങ്ങനെയാന്ന് നോക്കണം. ആസാറഹും കേട്ടോ. ആസാറഹും ഇപ്പൊ മസ്ജിദുൽ ആസാർ എന്നൊക്കെ നമ്മളിപ്പോ ആസാറ് കാണാൻ പോവാന്നൊക്കെ പറയില്ലേ, അവിടെയൊക്കെ പലപ്പോഴും നമ്മൾ സീനായിരിക്കും പറയണ്ടാവുക. സഖാഫി അല്ല യാ അലി, സഖാഫിയാണ് കേട്ടോ. ആസാറഹുന്റെ അപ്പൊ ആസാർ എന്ന് മലയാളത്തിൽ നമുക്ക് സീനെ എഴുതാൻ പറ്റുള്ളൂ അല്ലെ? നമ്മളെ ഹെൽപ്പാക്കിയതാണ് മൂപ്പര് അല്ലേ? മഷ്കൂർ. അപ്പോ ആസാറഹും എന്നിടത്ത് സ ആണ് പറയേണ്ടത്. നിങ്ങൾ ഓതിപ്പടിച്ച എന്താണെന്ന് നിങ്ങൾ കണ്ണാടി വെച്ച് നോക്കണം. നാവ് പുറത്തേക്ക് വരണം, എന്നാലേ ആസാറാകുള്ളൂ. ആസാറഹും എന്ന് ഹാവും പറയണം. അപ്പൊ ആടം വരെ നിങ്ങളൊന്ന് എന്റെ കൂടെ ഓതുക. ഹാവൊക്കെ നല്ല ഉഷാറായിട്ട് പറഞ്ഞിട്ട് إنا نحن نحيي الموتى ونكتب
ونكتب ما قدموا وآثارهم. ഒന്നുകൂടെ. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم. ഇനി وكل شيء أحصيناه. وكل شيء എന്നാണ്. وكل شيء ഉണ്ട്. وكل شيء എന്ന് നമ്മൾ പറയും. പക്ഷെ ഹംസ പറയുന്നുണ്ടോ നോക്കണം. എന്നല്ലാതെ എങ്ങനെ ഓതരുത്? وكل شيء أحصيناه في إمام مبين. ഉണ്ടോ? കുറെ ഹംസ പോയി. وكل شيء أحصيناه في إمام مبين. അങ്ങനെ നിങ്ങൾ ഓതരുത്. അങ്ങനെ ഓതി പഠിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റണം. وكل شيء أحصي. شيء ഉണ്ടോ? രണ്ട് ഹംസ അടുത്തടുത്ത് വരാണ്. പിന്നെയാണെങ്കിൽ അഹ്സൈനാഹു എന്ന് ഒറ്റടിക്ക് പറയത്. എന്ന് കഴിഞ്ഞിട്ട് സൈനാഹു. വായ നിറച്ചിട്ടില്ലെങ്കിലോ അഹ്സൈനാഹു സൈനാഹു. സൈന അഹ്സൈന. സൈനബിനെയാണ് നമ്മൾ സൈനാക്കല്, സൈനാത്താക്കല്. അപ്പോ ഇവിടെ സ്വാദാണ്. അഹ്സൈനാഹു. അത് മാത്രം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. وكل شيء أحصيناه. ഹംസകളും ഹാ സ്വാദ്. وكل شيء أحصيناه. പിന്നെ ഫീ ഇമാമിൻ മുബീൻ എന്നിടത്ത് ഫീമാമിൻ ഫീമാമിൻ എന്ന് പറയരുത്. ഇപ്പൊ ഷാഫിമാമിന് ഷാഫിമാം എന്നല്ല പറയാം. ഷാഫിമാം എന്ന് പറയുമ്പോ അല്ലെങ്കിൽ മാലിക്കിമാം എന്ന് പറയുമ്പോ ഹംസ പറയുന്നില്ലല്ലോ. ഒറ്റക്ക് പറയുമ്പോ നമ്മൾ ഇമാം എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ അതേപോലെ തന്നെ ഖുർആനിലും പറയാം. ഷാഫി ഇമാം എന്ന് പറയുന്ന പോലെ ഫീ ഇമാമിൻ മുബീൻ. ഫീ ഇമാടെ ഷാഫിഈ എന്നുണ്ട്. ഇമാമിൻ മുബീൻ എന്ന് പറയുമ്പോ ഹംസ എങ്ങനെയാണോ വരുന്നത്? ഇമാമിൻ. അതേപോലെ കൂട്ടി വായിക്കുമ്പോഴും പറഞ്ഞാൽ മതി, സംഗതി റെഡിയായി. മുബീൻ എന്ന് പറഞ്ഞിട്ട് അവസാനത്തിൽ നൂനെ പറയണം. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ. അപ്പൊ നോദ وكل شيء أحصيناه في إمام مبين. وكل شيء أحصيناه في إمام مبين. അപ്പൊ ഇപ്പൊ ഞാൻ ഓതിയ ഈ സാവധാനത്തില് നിങ്ങള് ഓതി കുറെ ദിവസങ്ങളോളം അങ്ങനെ ഓതിയ അക്ഷരങ്ങളൊക്കെ ലെവലായി. പിന്നീട് ഒരല്പം സ്പീഡ് കൂട്ടാം. പക്ഷെ അതിനു മുമ്പ് കൂട്ടിക്കഴിഞ്ഞാൽ അക്ഷരങ്ങൾ നമ്മുടെ സുഗമമായി വായ കൊണ്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ സ്പീഡിൽ ഓതിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് സാവധാനം ഓതി പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച നമ്മളെ ഉസ്താദൊക്കെ നിർദ്ദേശിച്ച പോലെ ഒന്നുകൂടെ നമ്മളിപ്പോ ഓതിയ ഭാഗം ഒന്ന് ഓതാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ ഓതുമ്പോ ഞാന് ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പ്രത്യേകം മുസ്ഹഫിൽ നന്നായിട്ട് നോക്കുക. നന്നായിട്ട് മുസ്ഹഫിൽ നോക്കുക. അതില് പറഞ്ഞ ഹാകള്, നെക്, തുബു, തകള്. ഓക്കെ. അപ്പൊ ആദ്യം മുതൽ ഓതാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم. إنك لمن المرسلين على صراط مستقيم. تنزيل العزيز الرحيم. لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في
فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين صدق الله العظيم تقبل الله وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ പരിശീലനത്തിന്റെ കാര്യം മറക്കരുത്. ഏകദേശം നമ്മുടെ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള മിക്ക പിഴവുകളും നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞു തോന്നുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ ആ രൂപത്തിൽ ഓരോ പദങ്ങളെയും അതിലെ അക്ഷരങ്ങളെ സ്പെല്ലിംഗ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന എല്ലാം ഒറ്റ അക്ഷരവും വിടാതെ ഒരേപോലെ ഉച്ചരിച്ച് നേർപ്പിക്കേണ്ടതൊക്കെ നേർപ്പിച്ച് വെളിവാക്കേണ്ടതൊക്കെ വെളിവാക്കി ഭംഗിയായി ഖുർആൻ ഓതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സയ്യിനുൽ ഖുർആന ബി അസ്വാതികും. മാഷാ അല്ലാഹ്, നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനെ നിങ്ങൾ ഭംഗിയാക്കണം. ഇഖ്റഉൽ ഖുർആന ബിലുഹൂനിൽ അറബി വ അസ്വാതിഹ, അറബികളുടെ ശബ്ദത്തിലും അവരുടെ ശൈലിയിലും നിങ്ങൾ ഖുർആൻ ഓതണം, അക്ഷരത്തെറ്റുകളില്ലാതെ. അറബിയുടെ യഥാർത്ഥമായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ഉച്ചാരണം, അതൊരിക്കലും മാറിപ്പോവാത്ത ഖിറാഅത്ത്, അതാണ് നമ്മൾ ഉസ്താദന്മാരിലൂടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് തന്നെ നമ്മുടെ നാവുകൊണ്ട് പറയാൻ കഴിയുന്ന അത്രയും സമയം നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നത് വരെ പ്രാക്ടീസ് ചെയ്യണം. കൂടുതൽ ഓതരുത്. ഓൺലൈൻ പിന്നെ ധാരാളം ഖത്മുകൾ തീർത്തുന്ന നാം സയ്യിനുൽ ഖുർആന ബി അസ്വാതികും എന്ന ഹദീസുണ്ട്. നാം അങ്ങനെയൊക്കെ ഓതുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം. കുറഞ്ഞ പിന്നെ കൂടുതൽ സമയം കൊണ്ടാണെങ്കിലും കുറച്ച് ഓതുന്നതിൽ തെറ്റില്ല എന്ന ഒരു ആത്മവിശ്വാസത്തോടെ ഓതുക. അപ്പൊ ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഓൺലൈൻ ഇസ്ലാം എന്ന ഐഡിയിലുള്ള സുഹൃത്ത് നാട്ടിൽ പോകുന്നുണ്ട്. അതുപോലെ ധാരാളം ആളുകൾ പലതും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു നമ്മളോടൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു നല്ല സാലിഹീങ്ങളായ സന്താനങ്ങളെ പ്രയാസരഹിതമായി അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നാട്ടിൽ പോകുന്നവർക്ക് അല്ലാഹു നല്ല ബറക്കത്തുള്ള സലാമത്തുള്ള യാത്ര പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ കടം വീട്ടാൻ, ഇങ്ങനെ ധാരാളം ആവശ്യങ്ങൾ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കുമുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഉദ്ദേശ്യങ്ങൾ നല്ല നിലയിൽ എളുപ്പത്തിൽ ശുദ്ധ ഖുർആന്റെ ബർക്കത്തുകൊണ്ട് സൂറത്ത് യാസീൻ ഓതപ്പെട്ടാൽ എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കപ്പെടുമെന്നാണല്ലോ.
അങ്ങനെ ആ സൂറത്ത് യാസീന്റെ ആ ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും അല്ലാഹു എളുപ്പമാക്കട്ടെ. ലീവ് ശരിയായി കിട്ടാനും വീടുപണി പൂർത്തിയാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു നമുക്കിത് പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ കാരണക്കാരായ മാതാപിതാക്കൾ, ഉസ്താദുമാർ, അവർക്കൊക്കെ പ്രതിഫലം നൽകട്ടെ. അവരിൽ നിന്ന് ജീവിച്ചിരിപ്പുള്ള ആളുകൾക്ക് അല്ലാഹു ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് അവന്റെ താഅത്തിലായി പ്രദാനം ചെയ്യട്ടെ. വഫാത്തായി പോയ ആളുകൾക്ക് ശുദ്ധ ഖുർആന്റെ പ്രകാശവും നേരമ്പോക്കും അല്ലാഹു നൽകട്ടെ. അവർക്കും നമുക്കും ശുദ്ധ ഖുർആന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ശഫാഅത്ത് അവന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീകും ബിദ്ദുആ. ജസാകുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.